ഏപ്രിൽസ് ഗുഡ് സ്റ്റോറീസിലേക്ക് ഏവർക്കും സ്വാഗതം. ജെ.സി. ജൂനിയർ എഴുതിയ നോവൽ ഇരുണ്ട താഴ്വര, അധ്യായം 19. ട്രീസയെ ഭാഷ പഠിപ്പിക്കുന്നതിൽ ഞാൻ 100% വിജയിച്ചെന്ന് വേണം പറയാൻ. അവൾ നന്നായി പഠിച്ചു. ചിത്രങ്ങളുടെ സഹായത്തോടെയാണ് തുടങ്ങിയത്. പരസ്പരം അറിയാനുള്ള ആഗ്രഹമാകാം ഇത്ര വേഗം എന്നെ പിന്തുടരാൻ അവളെ പ്രേരിപ്പിച്ചത്. ഞങ്ങൾ പരസ്പരം സംസാരിക്കേണ്ടതുണ്ട്. ഞങ്ങൾക്ക് പലതും പങ്കുവെക്കണം. മനസ്സ്, ശരീരം, അനുഭൂതികൾ. ഒരു പ്രേതകോട്ടയിൽ അടയ്ക്കപ്പെട്ട മനുഷ്യർക്ക് ഉണ്ടാകാവുന്ന ഏറ്റവും വലിയ പ്രതീക്ഷകൾ, ഏറ്റവും വലിയ സങ്കല്പങ്ങൾ, അങ്ങനെ പലതും. അങ്ങനെ ഞാൻ അവൾക്ക് ബ്ലാക്ക് വാലിയുടെ കഥകൾ പറഞ്ഞുകൊടുത്തു. 2 ദിവസത്തേക്ക് അവൾ എന്നോട് ഒന്നും മിണ്ടിയില്ല. ആകെ മരവിച്ചതുപോലെയായിരുന്നു. അവൾ കരയുന്നത് കാത്തിരിക്കുകയായിരുന്നു ഞാൻ. ഒരു കരച്ചിലിന് മാത്രമേ അവളെ ഈ സ്തംഭനാവസ്ഥയിൽ നിന്നും ഉണർത്താനാകൂ എന്നെനിക്കറിയാമായിരുന്നു. അവൾ കരഞ്ഞു. ദിവസം മുഴുവനും ഭയന്ന് നിലവിളിക്കുന്ന ശിശുവിനെ പോലെ, വാശി പിടിച്ച് ചിണുങ്ങുന്ന ബാലികയെപ്പോലെ. എന്നാലും നമുക്കിവിടെ ജീവിക്കാം. ഞാൻ സ്നേഹപൂർവ്വം അവളെ ആശ്വസിപ്പിച്ചു. മനുഷ്യന് ജീവിക്കുക എന്നുള്ളതാണ് പ്രധാനം. ജീവിക്കുക എന്നുവെച്ചാൽ പ്രതീക്ഷിക്കുക എന്നാണ് അർത്ഥം. അവളെ ഞാൻ എങ്ങനെയാണ് പിശാചുക്കളുടെ ഇടയിൽ നിന്നും രക്ഷപ്പെടുത്തിയതെന്ന് അവൾ അറിഞ്ഞു. തങ്ങൾ വളർത്തുന്ന കുഞ്ഞുങ്ങൾ ഏതൊരു ദുരന്തത്തിലാണ് എത്തിപ്പെടുന്നതെന്നും. എല്ലാ പ്രതീക്ഷകളും എന്നിൽ അർപ്പിച്ചു. 100% എന്നെ വിശ്വസിച്ച്, പൂർണ്ണമായും എന്നെ ആശ്രയിച്ച്, എന്നെ സ്നേഹിച്ച് ജീവിക്കുവാൻ ഇത് അവളെ പ്രേരിപ്പിച്ചു. അതൊരു വ്യത്യസ്തമായ അനുഭവമായിരുന്നു. ഒരു പക്ഷേ ലോകത്തിലാദ്യത്തേത്. ഒരിക്കലും ഒരു പുരുഷനും അവൻ്റെ കാമുകിയിൽ നിന്നോ ഭാര്യയിൽ നിന്നോ 100% സ്നേഹവും വിശ്വാസവും ലഭിച്ചിട്ടുണ്ടാവുകയില്ലെന്നും ഞാൻ തറപ്പിച്ചു പറയാം. അതിന് ഒരു പ്രേതക്കോട്ടയിൽ തന്നെ ജീവിക്കേണ്ടി വരും, ഞങ്ങളെപ്പോലെ. വാസ്തവത്തിൽ സംഗതി വളരെ ലളിതമാണ്. അവൾക്ക് ഞാനേയുള്ളൂ, എനിക്ക് അവളും. ഒന്നിനും ഇതിനിടയിൽ സ്ഥാനമില്ല. എന്നാൽ ബാഹ്യലോകത്ത് കാമുകന്മാരുടെയോ ഭാര്യ ഭർത്താക്കന്മാരുടെയോ സ്ഥിതി ഇതല്ല. അവർക്ക് വേറെ പലതുണ്ട്. ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, നീതി, നിയമം, പോലീസ്, കോടതി, സാമൂഹിക വഴക്കങ്ങൾ, സുഖസൗകര്യങ്ങൾ, വർത്തമാനപത്രങ്ങൾ, സിനിമ, നാടകം. ഇങ്ങനെ അവരുടെ മനസ്സിനെ ആകർഷിക്കുന്ന, കൈവശപ്പെടുത്തുന്ന പലതുമുണ്ട്. ഇവിടെ അതൊന്നുമില്ല. ഇവിടെ സ്നേഹിക്കുക, പരസ്പരം കൂട്ടായിരിക്കുക എന്നതു മാത്രം. ഭാവിയെക്കുറിച്ച് കുറേ വ്യർത്ഥ സങ്കല്പങ്ങളാകാം, പക്ഷേ അതും സ്നേഹത്തിൻ്റെ തനിമയിൽ അധിഷ്ഠിതമാണ്. ഏതായാലും അവളുടെ റെഡ് ഇന്ത്യൻ ഗ്രാമത്തിലേക്ക് ഇനിയൊരിക്കലും മടക്കയാത്ര സാധ്യമല്ലെന്ന് അവൾക്ക് മനസ്സിലായി. എങ്കിലും എല്ലാ രാത്രികളിലും രക്ഷപ്പെടലിനുള്ള ആലോചനകളിൽ അവൾ മുഴുകുമായിരുന്നു. എന്നിട്ട് ആ വിഡ്ഢിത്തമെല്ലാം എന്നോട് പറയുകയും ചെയ്യും. അത് ശരിക്കുള്ള വിനോദമായിരുന്നെന്ന് പറഞ്ഞുകൂടാ. രക്ഷപ്പെട്ടാൽ അനന്തരജീവിതം എങ്ങനെയായിരിക്കണമെന്ന് അവൾക്കും വ്യക്തമായ തീരുമാനങ്ങളുണ്ടായിരുന്നു. ഒരേ മുറിയിൽ ഒന്നിച്ച് ഒരേ വ്യതകൾ അനുഭവിച്ച് സ്നേഹിച്ച് ജീവിച്ചിരുന്നെങ്കിലും ഞാൻ പ്രതീക്ഷിച്ചിടത്തോളം അടുത്തുവരാൻ അവൾ കൂട്ടാക്കിയില്ല. എനിക്കവളെ ആശ്ലേഷിക്കാം, ചുംബിക്കാം. ഇതിനപ്പുറം പോകാൻ അവൾ സമ്മതിച്ചില്ല. ശക്തമായ വിശ്വാസം അവളെ വിലക്കുന്നുണ്ടായിരുന്നു. സന്തോഷകരമായ ഒരു വൈകുന്നേരം. പ്രേതക്കോട്ടയിലെ സന്തോഷമെന്ന് വെച്ചാൽ അതൊരു സന്തോഷം തന്നെയാണ്. ഞാൻ ഒരു മൂളിപ്പാട്ട് പാടി. പ്രായം ചെന്നവർ കുട്ടികൾക്ക് വേണ്ടി പാടുന്ന ഒരു നാടൻ പാട്ടായിരുന്നു. പാട്ടിന് എൻ്റെ സ്വരത്തേക്കാൾ വഴങ്ങുന്നത് കഴുതയുടെ സ്വരം തന്നെ എന്നെനിക്കറിയാം. എന്നാലും മനുഷ്യർക്ക് ഹൃദയത്തിലുള്ള സംഗീതോപകരണങ്ങളെ മീട്ടാതിരിക്കാൻ ചിലപ്പോൾ വയ്യ. ശബ്ദം നല്ലതോ പരുക്കനോ വകയ്ക്കു കൊള്ളാത്തതോ ആകട്ടെ, അവിടെ സംഗീതമുണ്ട് എന്നുള്ളതാണ് പ്രശ്നം. ട്രീസയ്ക്ക് ഞാൻ ആ പാട്ട് പാടിക്കൊടുക്കണം. ആരെങ്കിലും പാടാൻ പറഞ്ഞാൽ എനിക്ക് പാട്ടൊന്നും വരികയില്ല. ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടെന്ന് തോന്നിയാലും അവസ്ഥ ഇതുതന്നെ. എന്നാലും എൻ്റെ ഹൃദയം സംഗീതം കൊണ്ട് നിറഞ്ഞിരുന്നതിനാൽ ഞാനതവൾക്ക് ചൊല്ലിക്കൊടുത്തു. ഗ്രാമങ്ങളിൽ വസന്തത്തോടൊപ്പം ഓരോ പൂമുട്ടുകളും ചുണ്ടിൽ കുരുക്കി വരുന്ന പക്ഷിക്കുഞ്ഞുങ്ങളോട് സംസാരിക്കുന്ന വിധത്തിലാണ് പാട്ട്. ട്രീസ അത് പാടിയൊപ്പിക്കാൻ ക്ലേശിച്ചു. പാടി വരുന്നതിനിടയിൽ പെട്ടെന്ന് നിർത്തി, ആലോചിച്ചു. പിന്നെ ഈണം പിടികിട്ടിയതുപോലെ അല്പം കൂടി പാടി. പിന്നെയും നിർത്തിയുള്ള ആ രീതി നോക്കിയിരിക്കാൻ വളരെ രസമുണ്ടായിരുന്നു. ഞാൻ അവളുടെ തൊട്ടടുത്താണ് ഇരുന്നത്. അവളുടെ കൈത്തലം എൻ്റെ 2 കൈപ്പത്തികൾക്കുള്ളിലായിരുന്നു. പാട്ട് നിർത്തിക്കഴിഞ്ഞപ്പോൾ ഞാൻ അവളെ ചുംബിക്കാനാഞ്ഞു. ചുണ്ടുകൾ അടുത്തപ്പോഴേക്കും അവൾ പെട്ടെന്ന് കുസൃതിയോടെ മുഖം വെട്ടിത്തിരിച്ചു. പിന്നെ അനുകൂല ഭാവത്തിൽ മുഖം തിരിച്ചു. വീണ്ടും അവൾ എന്നെ കബളിപ്പിച്ചു. എന്നിട്ട് കുലുങ്ങിച്ചിരിക്കുകയും ചെയ്തു. ഞാൻ പരിഭവം ഭാവിച്ചപ്പോൾ അവൾ മുഖം എൻ്റെ കണ്ണുകൾക്ക് നേരെ കൊണ്ടുവന്നു. ഏതാനും നിമിഷം പരസ്പരം ഉറ്റുനോക്കി. ഒരിക്കൽ കൂടി അവൾ കുസൃതി കാട്ടി. അതെനിക്ക് വാശിയാക്കി.
ഞാൻ ബലം പ്രയോഗിച്ചു. അവൾക്ക് നല്ല ആരോഗ്യമുണ്ടായിരുന്നു. എനിക്ക് മുഖം തരാതെ പിടഞ്ഞു മാറുകയോ ശിരസ് കുനിക്കുകയോ എൻ്റെ മുഖം പിടിച്ചു മാറ്റുകയോ ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു. ഞങ്ങൾ തറയിലൂടെ കെട്ടിമറിഞ്ഞുരുണ്ടു. ഈ വിളച്ചിൽ കുറേ സമയത്തേക്ക് നീണ്ടു. ട്രീസ തളർന്നു കഴിഞ്ഞിരുന്നു. കുസൃതി പിടച്ചിൽ നിർത്തിയിട്ട് അവൾ അനങ്ങാതെ കിടന്നു. മുഖം പൂർണ്ണമായും എനിക്ക് വിട്ടുതന്നു. ഞാനാണെങ്കിൽ ഈ കളിക്കിടയിൽ ആകെ ഉത്തേജിതനായി കഴിഞ്ഞിരുന്നു. എനിക്ക് തന്ന സ്വാതന്ത്ര്യത്തിനപ്പുറത്തേക്ക് ഞാൻ കടക്കുന്നുവെന്ന് തോന്നിയപ്പോൾ അവൾ ചെറുക്കാൻ തുടങ്ങി. ഇത് ഞാൻ വകവെച്ചില്ല. നേരത്തെ നടത്തിയ ഗുസ്തിയുടെ തുടർച്ചയായി കരുതാനായിരുന്നു എനിക്കിഷ്ടം. എന്നുവെച്ചാൽ പരസ്പര ധാരണയോടെ എന്ന നാട്യത്തിൽ മാത്രമല്ല, യാതൊരു കാരണവുമില്ലാതെ കരുത്ത് പ്രയോഗിക്കുകയും ചെയ്തു. ട്രീസ വല്ലാതെ ഭയപ്പെടുന്നുവെന്ന് തോന്നി. ഭീതിയോടെ അവൾ എന്നെ തള്ളി അകറ്റാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. വളരെ സമയമൊന്നും പിടിച്ചു നിൽക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. എനിക്ക് പിന്മടങ്ങുക സാധ്യമല്ലായിരുന്നു താനും. എന്നാൽ എവിടെയോ കെട്ടിയൊതുക്കിയിരുന്ന ഊർജം എനിക്ക് നിയന്ത്രിക്കാനാവാത്ത ശക്തിയോടെ എൻ്റെ ശരീരമാകെ വ്യാപിച്ചു കഴിഞ്ഞിരുന്നു. ഞാൻ മുഖമുയർത്തി ട്രീസയെ നോക്കി. അവൾ എൻ്റെ കണ്ണുകളിലേക്ക് തുറച്ചു നോക്കുകയായിരുന്നു. എനിക്ക് കുറ്റബോധമൊന്നും തോന്നിയില്ല. പക്ഷേ അവളുടെ മനസ്സ് കലങ്ങുന്നത് സഹിക്കാൻ കഴിയുമായിരുന്നില്ല. എനിക്ക് ഒന്നും വ്യക്തമായില്ല. എങ്ങനെയാണ് ഇനി അവളോട് ഇടപെടേണ്ടതെന്നും അറിഞ്ഞുകൂടായിരുന്നു. എല്ലാം പെട്ടെന്ന് മറന്നുപോയതുപോലെ, മന്ദബുദ്ധിയായതുപോലെ. ഞാൻ എഴുന്നേറ്റ് എൻ്റെ കിടക്കയിലേക്ക് പോരുമ്പോഴും അവൾ തറയിൽ അനങ്ങാതെ കിടക്കുകയായിരുന്നു. ഞങ്ങൾ ഒന്നും സംസാരിച്ചില്ല. ഉരുകിത്തീർന്ന മെഴുകുതിരി അണഞ്ഞു. ഉറക്കം മാറി നിന്ന രാത്രി. എപ്പോഴും ഇരുട്ടിൻ്റെ ഇടനാഴികളിൽ നിന്ന് കാലച്ച കേട്ടു. എൻ്റെ കിടക്കയിൽ ഒരാളിരുന്നതറിഞ്ഞു. പിന്നെ സ്പർശനവും. ട്രീസയായിരുന്നു. അവൾ തീരെ തളർന്നതുപോലെ എന്നോട് ചേർന്നു. എൻ്റെ കവിളിന് മീതെ മുഖം വെച്ച് കിടന്നു. കഴുത്തിൽ ഇളം ചൂടുള്ള ഒരു കണ്ണീർ തുള്ളി വീണു. വീണ്ടും ഒരെണ്ണം കൂടി. ഇതെനിക്ക് എണ്ണാൻ സാധിക്കുമായിരുന്നു. ഇടവിട്ടിടവിട്ടാണ് വീണിരുന്നത്. ഞാൻ അവളെ കുറെ കൂടി എന്നോട് ചേർത്ത് കിടത്തിയതല്ലാതെ ഒന്നും സംസാരിച്ചില്ല. അവളും. ഞങ്ങൾ ആലിംഗനബദ്ധരായി കിടന്നുറങ്ങി. ഞങ്ങൾ വിവാഹിതരായി കഴിഞ്ഞിരുന്നു. അവൾ എൻ്റെ ഭാര്യ, ഞാനോ ഭർത്താവ്. ഇതൊന്നും തീരുമാനിക്കുന്നത് ചെകുത്താനല്ലെന്ന് തീർച്ച. സ്നേഹത്തിന് ഇനിയും വ്യാഖ്യാനിക്കപ്പെടാത്ത അനേകം രഹസ്യങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നി. ഓരോരുത്തർക്കും കുറേ രഹസ്യങ്ങൾ മനസ്സിലാകും. ഞാൻ ധരിച്ചത് സ്നേഹത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ രണ്ടുപേരും ആ അഗ്നിപർവ്വതത്തിൻ്റെ മുകളിലെത്തി കൊടി നാട്ടിക്കഴിഞ്ഞു എന്നായിരുന്നു. എന്നാൽ മഞ്ഞ് മൂടിയ കൊടുമുടികൾ ഇനിയുമുണ്ട്. ഏറ്റവും നല്ല സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ മഞ്ഞ് ഉരുകി മാറുകയും കൊടുമുടികൾ ദൃശ്യമാവുകയും ചെയ്യും. സ്നേഹത്തിന് അനേകം അർത്ഥതലങ്ങൾ, അനേകം വ്യാഖ്യാനങ്ങൾ. കയറിത്തീരാൻ ഇനിയും കൊടുമുടികൾ. ഞങ്ങൾ സംതൃപ്തരായിരുന്നു. വളർത്താൻ ഏൽപ്പിക്കപ്പെടുന്ന കുട്ടികളെ സ്നേഹിക്കരുതെന്ന് ഞാൻ ട്രീസയോട് പറഞ്ഞു. പക്ഷേ അത്രയും ആത്മനിയന്ത്രണം അവൾക്കില്ലായിരുന്നു. മാത്രമല്ല, എല്ലാം അവളുടെ ആ റെഡ് ഇന്ത്യൻ വർഗത്തിൽപ്പെട്ട കുഞ്ഞുങ്ങളായിരുന്നു. കിഴവനെയും ആഗ്നണിനെയും ഭാര്യയെയും കാണുമ്പോൾ ആദ്യമെല്ലാം ഭയം കൊണ്ട് മരവിച്ചു പോകുന്ന നിലയിൽ എത്തിയിരുന്ന അവളുടെ കണ്ണിൽ ഇന്ന് അവരെ കാണുമ്പോൾ പകയുടെ കൽക്കരി കനലുകൾ ജ്വലിക്കുന്നു. ഒരിക്കൽ അവൾ പറഞ്ഞു, എന്നെങ്കിലും ഞാൻ ഇവരോട് പ്രതികാരം ചെയ്യും. ആഗ്നണിൽ നിന്ന് എൻ്റെയോ അവളുടെയോ ജീവന് ഭീഷണിയൊന്നും ഉണ്ടാകരുത് എന്നായിരുന്നു എൻ്റെ പ്രാർത്ഥന. ആഗ്നണിന് ഇപ്പോഴും ട്രീസയോട് ആർത്തിയുണ്ടെന്ന് പലവട്ടം എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ കുറച്ചുകൂടി കരുതലെടുക്കേണ്ടതായിരുന്നു. ഒരു ദിവസം രാത്രിയിൽ ട്രീസ ഞരങ്ങുന്നത് പോലെ ഒരു ശബ്ദം കേട്ടിട്ട് ഞാൻ നടുങ്ങിയുണർന്നു. അവൾ എൻ്റെ കിടക്കയിലായിരുന്നു. എൻ്റെ അരികിൽ തന്നെ കിടപ്പുണ്ടായിരുന്നു. വീണ്ടും ഞരക്കം കേട്ടു. ഇരുട്ടായതുകൊണ്ട് ഒന്നും കാണാൻ വയ്യ. ചോരയുടെയും മാംസത്തിൻ്റെയും ഗന്ധം മുറിക്കുള്ളിൽ. ഞാൻ പെട്ടെന്ന് മെഴുകുതിരി കൊളുത്തി. ആഗ്നൻ കിടക്കയ്ക്കരികിൽ മുട്ടുകുത്തിയിരിക്കുന്നത് ഞാൻ കണ്ടു. ട്രീസയുടെ കഴുത്തിൽ അയാളുടെ മുഖം അമർന്നിരിക്കുന്നതും. ഞാൻ അലറിക്കൊണ്ട് ചാടി എണീറ്റു. അധ്യായം 20. എൻ്റെ അലർച്ച രക്തപാനത്തിൻ്റെ നിർവൃതിയിലായിരുന്ന ആഗ്നണിനെ ഞെട്ടിച്ചുവെന്ന് തോന്നി. അയാൾ പെട്ടെന്നുയർന്നു. ഞാൻ കസേര ഉയർത്തി അയാളെ അടിച്ചത് അയാൾ കേട്ടില്ല. അയാൾ അതിവേഗം പിന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നു. അപ്പോഴും അകത്തുനിന്ന് പൂട്ടിക്കിടന്ന വാതിലിനരികിൽ വരെ അയാൾ ചെന്നത് ഞാൻ ശരിക്കും കണ്ടിരുന്നു. പിന്നെ അയാളെ കണ്ടില്ല. മുറിക്കുള്ളിൽ ഒരു കോണിലായി വെളുത്ത പുകപടലം കാണാമായിരുന്നു. ചെറു സുഷിരങ്ങളിലൂടെ അത് പുറത്തേക്ക് വലിച്ചെടുക്കപ്പെട്ടതുപോലെ തോന്നി. ആഗ്നൻ പുകയായി അലിഞ്ഞു മാഞ്ഞിരിക്കുന്നു. ഇതുപോലെയാവാം അയാൾ അകത്തു കിടന്നതും. ഞാൻ ട്രീസയുടെ അരിയിലേക്ക് ഓടിച്ചെന്നു. അവൾ അപ്പോഴും ഒന്നും അറിഞ്ഞിട്ടില്ല. സുഖനിദ്രയിലാണ്. പക്ഷേ മുഖത്ത് വല്ലാത്ത വിളർച്ച കണ്ടു.
ആ ചെകുത്താൻ കുറേ രക്തം വലിച്ചു കുടിച്ചിട്ടുണ്ടെന്നുള്ളത് വ്യക്തം. ട്രീസയുടെ കഴുത്തിൽ അവിടെ കാണപ്പെട്ട രക്തത്തുള്ളികൾ ഞാൻ തുടച്ചു കളഞ്ഞു. അവളുടെ നാഡീമിടിപ്പ് പരിശോധിച്ചപ്പോൾ അല്പം മന്ദഗതിയിലാണെന്ന് കണ്ടു. എങ്കിലും അത് ആപത്ത് സൂചനയായി തോന്നിയില്ല. അവളുടെ നെഞ്ചിൽ കാത് ചേർത്ത് വെച്ച് നോക്കി. ഹൃദയമിടിപ്പിന് വല്ലാത്ത മുഴക്കം. അന്ന് രാത്രി ഞാൻ പിന്നെ ഉറങ്ങിയില്ല. മെഴുകുതിരി കൊളുത്തി വെച്ചുകൊണ്ട് അവൾക്ക് കാവലിരുന്നു. രാത്രിയിൽ ഒരിക്കൽ പോലും അവൾ ഉണർന്നതുമില്ല. ഉറക്കത്തിൽ ധാരാളം ദുസ്വപ്നങ്ങൾ അവൾ കാണുന്നുണ്ടെന്ന് ഇടയ്ക്കിടെ പേടിച്ച് നിലവിളിക്കാൻ ശ്രമിക്കുന്ന ഭാവം കണ്ടു. ഒരു വേള കൈകൾ ഉയർത്തി ആരെയോ തള്ളിമാറ്റാൻ ശ്രമിക്കുന്നതും ഭയന്ന് മുഖം പിന്നോട്ട് നിരക്കി എവിടെയോ ഒളിപ്പിക്കാൻ ശ്രമിക്കുന്നതും കാലുകൾ ശക്തിയായി കുടയുന്നതും കണ്ടു. ട്രീസ രാവിലെ വളരെ വൈകിയാണ് ഉണർന്നത്. ഉണർന്ന ഉടനെ എഴുന്നേൽക്കാൻ അവൾക്ക് സാധിച്ചില്ല. കഠിനമായ തളർച്ചയും ആലസ്യവും അനുഭവപ്പെടുന്നുവെന്നും അവൾ പറഞ്ഞു. ദേഹം മാന്ദ്യത്തിനടിപ്പെട്ടിരിക്കുകയാണെന്നും അവളുടെ ശബ്ദം തന്നെ തളർന്നതായിരുന്നു. എഴുന്നേൽക്കണ്ടെന്ന് ശാസിച്ച് ഞാൻ അവളെ അവിടെ തന്നെ കിടത്തി. രാത്രിയിൽ അതിഭയാനകമായൊരു ദുസ്വപ്നം കണ്ടുവെന്ന് അവൾ പറഞ്ഞു. ആ സ്വപ്നം അവൾ ഇങ്ങനെ വിവരിച്ചു. ഞാൻ ഉറങ്ങുകയായിരുന്നു. മുറിക്കുള്ളിൽ ഇരുട്ട്. ഉറങ്ങുകയാണെങ്കിലും ഇരുട്ടെനിക്ക് കാണാം. മുറിക്കകത്ത് ആരോ കിടന്നത് ഞാൻ അറിഞ്ഞു. ചോരയുടെയും പച്ച ഇറച്ചിയുടെയും ഗന്ധം മുറിക്കുള്ളിൽ വ്യാപിച്ചു. ഇരുട്ടിലൂടെ തീക്കനൽ പോലെ ജ്വലിക്കുന്ന 2 കണ്ണുകൾ നീന്തിയെടുക്കുന്നത് ഞാൻ കണ്ടു. ചോര തണുത്തു പോകുന്ന കാഴ്ചയായിരുന്നു അത്. ഞാൻ ക്രിസ്റ്റിയെ വിളിക്കാൻ ശ്രമിച്ചു. പക്ഷേ ഞാൻ ഉറങ്ങുകയായിരുന്നല്ലോ. സ്വപ്നമാണെന്ന് ചിലപ്പോഴൊക്കെ തോന്നിയിരുന്നതാനും. ഞാൻ അത്യുച്ചത്തിൽ അലറി വിളിച്ചു. പക്ഷേ ഉറക്കത്തിലെങ്ങനെ ശബ്ദം പുറത്തു വരും? കാലൊച്ചയില്ലാതെ ഒരു കറുത്ത രൂപം ഞാൻ കിടന്നതിനടുത്തു വന്നു. എൻ്റെ ശിരസിനടുത്തു വന്നു. എൻ്റെ ശിരസിന് അഭിമുഖമായി അത് തറയിൽ മുട്ടുകുത്തി. കത്തുന്ന കണ്ണുകൾ താണു. തണുത്ത സ്പർശം എൻ്റെ കഴുത്തിൽ അനുഭവപ്പെട്ടു. മഞ്ഞുപോലെ തണുത്ത വിരലുകൾ. അവ കഴുത്തിലൂടെ താഴേക്ക് മരവിച്ച പുഴുക്കളെ പോലെ അരിച്ചിറങ്ങിക്കൊണ്ടിരുന്നു. ആ തണുത്ത സ്പർശനാനുഭൂതി എന്നെ ഒരു മയക്കത്തിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോയി. ഇത് കുറേ സമയത്തേക്ക് തുടർന്നു. പിന്നെ കണ്ണുകൾ എൻ്റെ കഴുത്തിലേക്ക് താഴുന്നത് കണ്ടു. എൻ്റെ കഴുത്തിലെ ഞരമ്പുകളിൽ കൂർത്ത പല്ലുകൾ തറഞ്ഞിറങ്ങിയപ്പോൾ ഞാൻ പിടയുകയും ഉച്ചത്തിൽ നിലവിളിക്കുകയും ചെയ്തു. ചെറുത്തു നിൽക്കാനുള്ള കഴിവ് ക്രമേണ എനിക്ക് നഷ്ടപ്പെട്ടു. ഞാൻ ബോധശൂന്യയായി. ഇതായിരുന്നു എൻ്റെ പേടി സ്വപ്നം. ട്രീസ പറഞ്ഞു നിർത്തി. എൻ്റെ ആശ്ചര്യവും ഭീതിയും അവളിൽ നിന്നും മറച്ചുവെക്കാൻ ഞാൻ പണിപ്പെട്ടു. അവളുടെ സ്വപ്നം വെറും സ്വപ്നമല്ല, യാഥാർത്ഥ്യമായിരുന്നുവെന്ന് അവൾക്കറിയില്ല. ആഗ്നൻ മുറിയിൽ കിടന്നതു മുതൽ അവൾ ബോധരഹിതയാകുന്നതുവരെയുള്ള എല്ലാ സംഭവങ്ങളും സ്വപ്നം കണക്കെ അവൾ അറിയുന്നുണ്ടായിരുന്നുവെന്നതും വ്യക്തമായി. സ്വപ്നത്തിലെ അവളുടെ നിലവിളി ഞരക്കം പോലെ കേട്ട് ഞാനപ്പോൾ ഉണർന്നില്ലായിരുന്നുവെങ്കിൽ ട്രീസയുടെ മൃതദേഹമായിരുന്നു ഞാൻ രാവിലെ കാണുക. ആഗ്നൻ രക്തം മുഴുവൻ കുടിച്ചു പറ്റിച്ച ശവശരീരം. രാത്രിയിലെ സംഭവത്തെക്കുറിച്ച് ഞാൻ ട്രീസയോട് പറഞ്ഞില്ല. ദുസ്വപ്നം കണ്ട് പേടിച്ച് ധാരാളം ഊർജം നഷ്ടപ്പെട്ടിരിക്കുന്നുവെന്നും അതിൻ്റെ ആലസ്യമാണ് ഇപ്പോഴുള്ളതെന്നും ഞാൻ പറഞ്ഞു. വിശ്രമമായിരുന്നു അവൾക്കാവശ്യം. പകൽ മുഴുവനും ഉറങ്ങിക്കൊള്ളാൻ ഞാൻ അവളോട് പറഞ്ഞു. നന്നെ തളർന്നിരുന്നതിനാൽ അവൾക്കത് സാധ്യമാവുകയും ചെയ്തു. ഈ സംഭവം എൻ്റെ മനസ്സമാധാനം അപ്പാടെ നഷ്ടപ്പെടുത്തി. ഞാൻ വളരെയധികം കരുതലെടുക്കേണ്ടിയിരിക്കുന്നുവെന്ന് മനസ്സിലായി. കിഴവൻ പോലും എൻ്റെ നോട്ടപ്പുള്ളിയായി. പകൽ സമയത്ത് പോലും ഞാൻ ട്രീസയ്ക്ക് കാവലിരുന്നു. രാത്രികൾ എൻ്റെ സ്വസ്ഥത കെടുത്തി. രാത്രി വളരെ വൈകി മാത്രമേ ഞാൻ ഉറങ്ങൂ. കിടക്കയുടെ സ്ഥാനം മാറ്റുകയാണ് ഞാൻ ആദ്യം ചെയ്തത്. എൻ്റെ കിടക്ക ചുമരോട് ചേർത്തിട്ട ശേഷം ട്രീസയെ ചുമരരികിലാണ് കിടത്തുക. രാത്രിയിൽ ആഗ്നൻ പതുങ്ങിയെത്തിയാൽ തന്നെ എന്നെ മറികടന്നല്ലാതെ ട്രീസയെ തൊടാനൊക്കുകയില്ല. രാത്രിയിൽ ഞാനെത്ര അഗാധമായ ഉറക്കത്തിലാണെങ്കിലും ഒരു നേരിയ ശബ്ദം കേട്ടാൽ പോലും ഞെട്ടിയുണരുമായിരുന്നു. ട്രീസ ഒന്ന് ഞരങ്ങുകയോ കിടക്കുന്ന കിടപ്പിൽ തന്നെ കൈകാലുകൾ ഒന്നനക്കുകയോ തിരിയുകയോ ചെയ്താൽ മതി, ഞാൻ അപ്പോൾ ഉണരും. മെഴുകുതിരി കൊളുത്തു നോക്കി ഒരു കുഴപ്പവുമില്ല എന്ന് ഉറപ്പുവരുത്തിയിട്ടേ പിന്നെ ഞാൻ ഉറങ്ങാൻ കിടക്കൂ. എൻ്റെ ഈ സ്വഭാവം ട്രീസയ്ക്ക് പലപ്പോഴും ശല്യമായി തീർന്നിട്ടുണ്ട്. രാത്രിയിലെ ഈ വിളക്കു കൊളുത്തലും മറ്റു പലപ്പോഴും അവളുടെ ഉറക്കം കളഞ്ഞിരുന്നു. എങ്കിലും ഞാൻ എൻ്റെ ജാഗ്രതയും കാവലും നിർണായ ദിവസം വരെ തുടർന്നു പോന്നു. എനിക്കറിയാം എൻ്റെ ഈ കാവൽ കൊണ്ട് ഫലമൊന്നുമില്ലെന്ന്. ആഗ്നൻ ഏതെങ്കിലും രാത്രിയിൽ ഞങ്ങൾ ഉണർന്നിരിക്കെ തന്നെ കടന്നുവന്ന് അവളെ ബലമായി പിടിച്ചുകൊണ്ടു പോയാൽ എനിക്കെന്ത് ചെയ്യാൻ കഴിയും? എനിക്ക് വേണമെങ്കിൽ ആത്മഹത്യ ചെയ്യാം, അത്ര തന്നെ. എന്നാൽ അയാൾ നേരിട്ട് വരട്ടെ. അതുവരെ ഞാൻ എൻ്റെ പെണ്ണിനു വേണ്ടിയുള്ള ഈ കാവൽ തുടരുക തന്നെ ചെയ്യും. ഇതാണെൻ്റെ തീരുമാനം.
ആഗ്നൻ പക്ഷേ വന്നില്ല. ഞാനതേക്കുറിച്ച് വളരെ ആലോചിച്ചു. അയാൾ കുറ്റബോധം തോന്നി പിൻവാങ്ങിയതാകാമെന്ന് കരുതി. പിശാചുക്കൾക്ക് കുറ്റബോധമോ? ഒരു പിശാചായിരിക്കുക എന്നത് തന്നെ ഏറ്റവും വലിയ കുറ്റമാണ്. അപ്പോൾ കുറ്റബോധമായിരിക്കില്ല. എന്നാൽ പിന്നെ അയാൾ രാത്രിയിൽ പതുങ്ങി വന്ന് ആരും അറിയാതെ ട്രീസയുടെ ചോര കുടിക്കാൻ ശ്രമിച്ചതെന്തുകൊണ്ട്? അത് നേരിട്ടായിക്കൂടായിരുന്നോ? വളരെ ആലോചിച്ച ശേഷം എനിക്കൊരു ഉത്തരം കിട്ടി. ട്രീസയെ കൊല്ലണമെന്ന് ആഗ്നൻ ആഗ്രഹിച്ചിരിക്കില്ല. വിശക്കുമ്പോൾ ബോർമയിൽ കയറി ഒരു റൊട്ടിക്കഷ്ണം മോഷ്ടിക്കുന്നവൻ്റെ അവസ്ഥയായിരുന്നിരിക്കാം ആഗ്നണിന്. അയാൾക്ക് വിശക്കാൻ കാരണമുണ്ടായിരുന്നു. ആ നാളുകളിൽ ആ പിശാചുക്കൾക്ക് റെഡ് ഇന്ത്യൻ കുഞ്ഞുങ്ങളെയൊന്നും ഭക്ഷണത്തിന് കിട്ടിയിരുന്നില്ല. ട്രീസയാണെങ്കിൽ രക്തരക്ഷസിനെ ആർത്തി പിടിപ്പിക്കുന്നത്ര ചോരക്കൊഴുപ്പിലും. ട്രീസയോടുള്ള അയാളുടെ ആർത്തി പിടിച്ച കൊതി ആ ചെകുത്താൻ്റെ കണ്ണുകളിൽ പലവട്ടം ഞാൻ കണ്ടിട്ടുണ്ട്. എന്നെങ്കിലും ആഗ്നൻ അവളുടെ മേൽ കൈവച്ചേക്കുമെന്ന് എനിക്ക് തോന്നിയിരുന്നു. പിന്നെ ഞാൻ മാത്രം ജീവിക്കുന്നതിൽ വലിയ അർത്ഥമൊന്നും കണ്ടില്ല. ചെകുത്താൻ്റെ ഈ ഇരുണ്ട താഴ്വരയിൽ, ഈ പ്രേതക്കോട്ടയിൽ എനിക്ക് പ്രകാശം വരുന്ന വിളക്കായിട്ടാണ് ഞാൻ ട്രീസയെ കരുതിയത്. അത്രമേൽ തീവ്രവും അഗാധവുമായിരുന്നു എനിക്ക് അവളോടുള്ള സ്നേഹം. ഈ ലോകത്തിൽ എനിക്കുള്ള ഒരേയൊരു സുഹൃത്ത്, ഒരേയൊരു കൂട്ടുകാരി, ഞാൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിയാവുന്ന ഒരേയൊരു വ്യക്തി ട്രീസയാണ്. എന്നെ ഞാൻ അവളിൽ നിക്ഷേപിച്ചു കഴിഞ്ഞു. അങ്ങനെ ഞാനും എൻ്റെ ലോകവും ചെറുതായി അവളിൽ മാത്രം ഒതുങ്ങി. എങ്കിലും ആ ചെറിയ ലോകം എത്രമാത്രം വിശാലമായിരുന്നെന്നും എനിക്ക് അറിഞ്ഞുകൂടൂ. ട്രീസ ഏതാനും നാളുകൾക്കകം ആരോഗ്യം വീണ്ടെടുത്തു. അവൾ പഴയതുപോലെ ഉന്മേഷവതിയായി, പ്രസരിപ്പ് നിറഞ്ഞവളായി. ഇതിനിടയിൽ ഏൽപ്പിക്കപ്പെടുന്ന റെഡ് ഇന്ത്യൻ കുട്ടികളെ വളർത്തി ആഗ്നണിന് മടക്കി കൊടുക്കുക എന്ന ജോലിയും മുറയ്ക്ക് നടന്നു പോന്നു. ആ കുഞ്ഞുങ്ങളെ സ്നേഹിക്കാതിരിക്കുന്നതിൽ ട്രീസ എല്ലായ്പ്പോഴും പരാജയപ്പെട്ടു. സ്ത്രീ സഹജമായ ആ വാസന നിയന്ത്രിക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. ഫലമോ ദുഃഖവും. ആഗ്നൻ ഓരോ കുട്ടിയെയും കൊണ്ട് പോയി കഴിയുമ്പോൾ അവളുടെ കണ്ണുകളിൽ ആളിക്കത്തുന്ന പ്രതികാരദാഹത്തിൻ്റെ ജ്വാല പലപ്പോഴും എന്നെ കൂടി ഉത്കണ്ഠാകുലനാക്കിയിട്ടുണ്ട്. ട്രീസ ഗർഭിണിയായി. എനിക്ക് അമ്പരപ്പാണ് തോന്നിയത്. എന്നേക്കാൾ ധന്യനും അഭിമാനിതനും ആഹ്ലാദം നിറഞ്ഞവനുമായി ലോകത്തൊരു പുരുഷനും ഉണ്ടായിരുന്നിരിക്കില്ല. എനിക്കൊരു കുഞ്ഞു പിറക്കാൻ പോകുന്നു. സംഗതി വളരെ നിസ്സാരം. ജീവന്റെ ആരംഭം മുതൽ തുടർന്നു പോരുന്ന പ്രക്രിയ. പക്ഷേ ഞാനും തലമുറകളിൽ നിന്ന് തലമുറകളിലേക്കും ജീവനും സ്വപ്നങ്ങളും കൈമാറ്റം ചെയ്യപ്പെടുന്ന പ്രകൃതിയുടെ ഈ മഹത്തായ സംരംഭത്തിൽ പങ്കാളിയായി. അതും വലിയ കാര്യമല്ല. പക്ഷേ ഫ്രാങ്ക്ഫർട്ടിലോ കാലിഫോർണിയയിലോ സൗത്ത് കരോളിനയിലോ ലോകത്തിൻ്റെ മറ്റേതെങ്കിലും ഭാഗത്തോ വെച്ചല്ല ഞാനൊരു പിതാവാകുന്നത്. എനിക്കൊരു കുഞ്ഞു പിറക്കുന്നത് രക്തരക്ഷസുകളുടെ ആവാസ കേന്ദ്രത്തിൽ, ഈ ചെകുത്താൻ കോട്ടയിൽ, പിശാചുക്കൾക്ക് നടുവിൽ. അതാണ് ഏറ്റവും വലിയ മഹത്തായ കാര്യം. ട്രീസയുടെ ഉദരം വലുതായി വരുന്നതും അവിടെ ഭൂപടത്തിലെ നദികൾ പോലെ നീല ഞരമ്പുകൾ തിണർത്ത് കിടക്കുന്നതും അവിടെയാണ് സദാസമയവും ഞാൻ ശ്രദ്ധിച്ചിരുന്നത്. അവിടെയാണ് എൻ്റെ പ്രതീക്ഷകൾ അത്രയും. പ്രസവ ദിവസം അടുത്തതോടെ എനിക്ക് പരിഭ്രമമേറി. ട്രീസയ്ക്ക് പ്രസവത്തെക്കുറിച്ച് എന്തറിയാം? ഞാനാണെങ്കിൽ സ്ത്രീകളെക്കുറിച്ച് തന്നെ ശരിക്കറിഞ്ഞുകൂടാത്തവൻ. ഇവിടെ സഹായത്തിന് ആരുണ്ട്? ട്രീസയ്ക്ക് എന്തെങ്കിലും അപകടം പിണഞ്ഞാലോ? ആകെ വിഷമത്തിലായ ഞാൻ ഈയൊരു വിഷമഘട്ടത്തെക്കുറിച്ച് ആഗ്നണിനോട് പറഞ്ഞു. ആ ചെകുത്താൻ ഒരക്ഷരം മിണ്ടിയില്ല. കിഴവനോട് പറഞ്ഞതും വെറുതെയായി. അല്ലെങ്കിലും ട്രീസയുടെ പ്രസവകാര്യത്തിൽ ഈ പിശാചുക്കൾക്കും എന്തു ചെയ്യാൻ കഴിയും? ഞാനാകെ ഭയചകിതനായി. അധ്യായം 21. അന്ന് രാത്രിയിലും ഞങ്ങൾ കിടക്കയിലിരുന്ന് പിറക്കാൻ പോകുന്ന കുഞ്ഞിനെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ പങ്കുവച്ചു. അതൊരു പതിവാണ്. വാദപ്രതിവാദത്തിലും പന്തയം വെപ്പിലും വരെ ചെന്നെത്താറുണ്ട് ഈ സങ്കല്പം വെളിവാക്കൽ. ട്രീസയുടെ മിനുത്തുന്തിയ ഉദരത്തിന്മേൽ കൈത്തലം എടുത്തു വെച്ചുകൊണ്ട് ഞാൻ ഉറങ്ങാൻ കിടന്നു. ഗർഭസ്ഥ ശിശുവിൻ്റെ ചലനങ്ങൾ പോലും ചിലപ്പോഴെനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നു. ട്രീസ വൈകുന്നേരം മുതൽ അസ്വസ്ഥയായിരുന്നു. വിഷമഘട്ടം വരികയാണെന്ന് എനിക്ക് മനസ്സിലായി. ഇന്നോ അല്ലെങ്കിൽ നാളെ. വേദന മറച്ചു പിടിക്കാൻ അവൾ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ആശങ്കാകുലനായി. പിന്നെ ഇങ്ങനെ ആശ്വസിച്ചു. മനുഷ്യൻ ഗുഹാജീവിയായിരുന്ന കാലത്ത് പ്രസവങ്ങളുണ്ടായിട്ടുണ്ട്. മിഡ്വൈഫും ആശുപത്രിയും ചികിത്സാ സൗകര്യങ്ങളും ഇല്ലാതിരുന്ന കാലത്ത് കുഞ്ഞുങ്ങൾ ധാരാളം ജനിച്ചിട്ടുണ്ട്. അങ്ങനെയാണല്ലോ വംശം നിലനിന്നു പോന്നത്. പ്രകൃതിക്കറിയാം എന്തു വേണമെന്ന്. ജീവിതം സജ്ജമാക്കുന്നത് അവളാണ്. രാത്രിയിൽ ട്രീസ പ്രസവിച്ചു ഒരു ആൺകുഞ്ഞിനെ. പ്രസവത്തെക്കുറിച്ചും അതിനുവേണ്ടി അവൾ സഹിച്ച വേദനയെക്കുറിച്ചും ഒന്നും പറയാതിരിക്കുകയാണ് നന്ന്. ചോരയിലും പ്ലാസൻ്റയിലും മുങ്ങി
ഒരു ചോരക്കുഞ്ഞ് പിടഞ്ഞുകൊണ്ടിരുന്നതും ട്രീസയ്ക്ക് ബോധം മറ്റ് ചലനമില്ലാതായതും മറക്കാൻ പറ്റുന്ന കാഴ്ചയായിരുന്നില്ല. തികച്ചും ജന്തുസഹജമായ രീതിയിൽ ഞാൻ എന്തൊക്കെയോ ചെയ്തു. അതിന് പ്രസവാനന്തര കർമ്മങ്ങളെന്ന് നിങ്ങൾ പറഞ്ഞോളൂ. ട്രീസയും കുഞ്ഞും മരിച്ചില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. ആ 2 ജീവനും നിലനിന്നു. മിനുങ്ങിയ ഒരു കരച്ചിൽ എന്നെ വേറൊരു ലോകത്തേക്ക് ക്ഷണിച്ചുകൊണ്ടുപോയി. എൻ്റെ കുഞ്ഞിൻ്റെ കരച്ചിൽ. അത്രയും ഹൃദ്യമായ സംഗീതം മറ്റൊരിക്കലും ഞാൻ കേട്ടിട്ടില്ല. ഒരു പിതാവാകുക എന്നാൽ എന്താണെന്ന് ഞാൻ അറിഞ്ഞു. അത് എല്ലാ പുരുഷന്മാരും അറിയേണ്ടത് തന്നെയാണ്. പിതാക്കൾ അവരവരുടെ കുഞ്ഞുങ്ങളെ ലാളിക്കുന്നതും കുഞ്ഞുങ്ങളുടെ തികച്ചും സാധാരണമായ ചില വാക്കുകളോ പ്രവൃത്തിയോ ഏറ്റവും വലിയ മിടുക്കായി വർണ്ണിച്ച് അഭിമാനം കൊള്ളുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. കുഞ്ഞുങ്ങളുടെ ചില മര്യാദകേടുകൾ പോലും ധീരകൃത്യമായി വർണ്ണിക്കുന്ന ആ സ്വാർത്ഥ സ്നേഹവും അത്തരം വർണ്ണനകളും ആ അഭിമാനം കൊള്ളലും എന്നിൽ വെറുപ്പും ഈർഷ്യയും ഉളവാക്കിയിരുന്നു. 5 or 7 വയസ്സായ ഒരു കുട്ടി വിശന്നപ്പോൾ എനിക്ക് വിശക്കുന്നു, ഭക്ഷണം തരൂ എന്നോ മറ്റോ അവൻ്റെ അമ്മയോട് ആവശ്യപ്പെട്ടതുപോലും ഒരസാധാരണ ധീരകൃത്യമായി വർണ്ണിക്കപ്പെടുന്നതിന് ഞാനൊരിക്കൽ സാക്ഷിയായിട്ടുണ്ട്. എന്നാൽ എനിക്കൊരു കുഞ്ഞു പിറന്നപ്പോൾ ആ അഭിമാനം കൊള്ളലിൻ്റെ രഹസ്യം എനിക്ക് മനസ്സിലായി. ഞാൻ ആ വംശസ്നേഹത്തിൻ്റെ ആകർഷണ വലയത്തിൽ പെട്ടുകഴിഞ്ഞു. ഞാൻ 2ആയി പിളർക്കപ്പെട്ടു. എൻ്റെ ശരീരവും എൻ്റെ ആത്മാവും എൻ്റെ സത്വവും വിഭജിക്കപ്പെട്ടു. ആ ഒരു പാതി ഒരു ചോരക്കുഞ്ഞിൻ്റെ രൂപത്തിൽ എൻ്റെ മുന്നിൽ കിടക്കുന്നു. അത് ചലിക്കുന്നത് എനിക്ക് അത്ഭുതമാണ്. അത് വളരുന്നത് എനിക്ക് അത്ഭുതമാണ്. അത് എന്നെ നോക്കി ചിരിക്കുന്നതും എന്നോട് സംസാരിക്കാൻ ശ്രമിക്കുന്നതും എനിക്ക് മഹാ അത്ഭുതമാണ്. കാരണം എന്നിൽ നിന്ന് പൊട്ടിമുളച്ച ഒരു കൊച്ചു ജീവനാണത്. ഇന്നലെ വരെ അതില്ലായിരുന്നു. ഞാൻ ഒറ്റയൊരാളായിരുന്നു. ഇന്ന് ഞാൻ 2ആയി തീർന്നിരിക്കുന്നു. എൻ്റെ ഒരു കൊച്ചു പതിപ്പ്. ഇത്രയും മഹത്തരമായ, ഇത്രയും അഗാധവും തീവ്രവുമായ ഒരഭിമാനബോധം, ഒരു ഉൾപ്പുളകം മുമ്പെങ്ങും ഉണ്ടായിട്ടില്ല. വേദന വരിഞ്ഞുകെട്ടി പാട് വീഴ്ത്തിയ ട്രീസയുടെ മുഖത്തേക്ക് ഞാൻ നോക്കി. അവൾ സഹിച്ചതെന്താണെന്നും നേരിട്ട് കണ്ടവനാണ് ഞാൻ. ഈ കൊച്ചു മനുഷ്യന് ജന്മം നൽകാൻ അവൾ കൊടുത്ത വില. കണ്ണു തുറന്ന ഉടനെ അവൾ കുഞ്ഞിനെ നോക്കി. അതിനെ നെഞ്ചോടടുക്കി പിടിച്ചു. പിന്നെ എൻ്റെ നേർക്ക് നോട്ടം തിരിച്ചു. അതൊരിക്കലേ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ സ്വർഗീയ നിമിഷങ്ങളിൽ നിന്നും അടർന്നു വീണ ആ പുഞ്ചിരി. ഒരുവൻ്റെ ജീവിതത്തിൽ വളരെ അപൂർവമായി ലഭിക്കുന്ന സ്വർഗീയ ഭാഗ്യമായിരുന്നു അത്. അപ്പോൾ ഇതാണ് സംഗതി. ഈ പ്രേതക്കോട്ടയിൽ രക്തരക്ഷസുകൾക്കിടയിൽ ഞങ്ങൾക്കൊരു മകൻ ജനിച്ചു. പ്രസവാനന്ദ ശുശ്രൂഷകളെക്കുറിച്ചൊന്നും എനിക്കറിയില്ല. ട്രീസയ്ക്കും ഒന്നും അറിഞ്ഞുകൂടാ. എങ്കിലും സ്ത്രീ സഹജവും വാസനാധിഷ്ഠിതവുമായ അറിവനുസരിച്ച് അവൾ കാര്യങ്ങളൊക്കെ നിർവഹിച്ചു. കുഞ്ഞിൻ്റെ കരച്ചിൽ കൊണ്ട് മന്ദിരം മുഖരിതമായി. അവൻ വളരാൻ തുടങ്ങി. ആൽബർട്ട് എന്നാണ് ഞാൻ അവന് പേരിട്ടത്. അവൻ സന്തുഷ്ടനും ആരോഗ്യവാനുമായിരുന്നു. അവനെ കൊഞ്ചിക്കുക, കുളിപ്പിക്കുക, ചിരിപ്പിക്കുക, കരയുമ്പോൾ ആശ്വസിപ്പിക്കുക മുതലായവയെല്ലാം ഞാനും ട്രീസയും തമ്മിൽ മത്സരിച്ചു. അവൻ്റെ മഹത്വങ്ങളെക്കുറിച്ച് ഞങ്ങൾ പരസ്പരം എണ്ണി വാഴ്ത്തി പറയുക പതിവായി. അവൻ്റെ ഒരു ചിരി പോലും ഞങ്ങൾക്ക് പ്രകീർത്തിക്കാനുള്ള മഹാസംഭവമായി തീർന്നു. എൻ്റെ കുഞ്ഞുറങ്ങിക്കിടക്കുന്നതുകൂടി ഒരു അസാധാരണ ദൃശ്യമാണെന്ന് ഞാൻ കരുതി. ഉറക്കത്തിൽ കിനാവ് കണ്ട് അവൻ കണ്ണ് ചിമ്മുന്നതും പുഞ്ചിരിക്കുന്നതും ദീർഘമായി നിശ്വസിക്കുന്നതും കരയാൻ ഭാവിക്കുന്നതും സുഖം നോക്കി തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്നത് ഞങ്ങൾക്ക് മഹാ അത്ഭുതങ്ങളായിരുന്നു. മനക്കോട്ടകൾ കെട്ടാൻ എന്നേക്കാൾ മിടുക്ക് ട്രീസയ്ക്കായിരുന്നു. അവനുണ്ടായേക്കാവുന്ന അത്ഭുത ശക്തികൾ ഉപയോഗിച്ച് ഈ കോട്ടയിലെ രക്തരക്ഷസുകളെ ഇല്ലായ്മ ചെയ്ത ശേഷം ഞങ്ങളെയും കൂട്ടി ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നതിനെക്കുറിച്ച് അവൾ കൂടെ കൂടെ എന്നോട് പറയും. അങ്ങനെ സംഭവിക്കുമെന്ന കാര്യത്തിൽ അവൾക്ക് ദൃഢവിശ്വാസമാണ് ഉണ്ടായിരുന്നത്. എൻ്റെയും ആൽബർട്ടിൻ്റെയും കൈ പിടിച്ച് അത്യധികമായ ആനന്ദത്തോടും അഭിമാനത്തോടും കൂടെ അവളുടെ റെഡിൻഡൻ ഗ്രാമത്തിലെ ബന്ധുക്കൾക്കിടയിലേക്ക് കടന്നു ചെല്ലുന്ന രംഗം അവൾ എന്നെ വർണ്ണിപ്പിച്ച് കേൾപ്പിക്കും. ഇവനൊന്ന് വളർന്ന് വലുതായിക്കോട്ടെ. അവൾ അവനെ ലാളിച്ചുകൊണ്ട് പറയും. ഈ പിശാചുക്കൾ തിന്നൊടുക്കിയ ഓരോ റെഡിൻഡിൻ്റെയും ചോരയ്ക്ക് ഇവൻ അവരോട് കണക്ക് ചോദിക്കും. ഞാൻ ചോദിപ്പിക്കും. അത്രയൊന്നും വരില്ലെങ്കിലും ഞാനും എന്നെക്കൊണ്ടാകും വിധം എൻ്റെ കുഞ്ഞിനെക്കുറിച്ച് ഓരോന്ന് സങ്കല്പിച്ചിട്ടുണ്ട്. അവൻ വളർന്നു വരുമ്പോൾ ഈ രക്തരക്ഷസുകൾക്കെതിരെ എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞേക്കുമെന്ന ഒരു മിഥ്യാബോധം എന്നിലും വളർന്നു വന്നിരുന്നു. അവനാണ് ഞങ്ങളുടെ ഏക പ്രതീക്ഷയും ലക്ഷ്യവുമെന്നോർക്കണം. ഞങ്ങളുടെ കുഞ്ഞിനെ വളർത്തുന്നതോടൊപ്പം ആജ്ഞ റെഡിൻഡൻ കുട്ടികളെയും ഞങ്ങൾ യഥാവസരം പരിചരിച്ചു പോന്നു. ആൽബർട്ടിന് 1.5 വയസ്സുള്ളപ്പോൾ അത്രയും തന്നെ പ്രായമുള്ള ഒരു റെഡിൻഡൻ കൂട്ടുകാരനെ അവന് കിട്ടി. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ 2 പേരും ഉറ്റ ചങ്ങാതിമാരായി.
അവർ കുട്ടികളുടേതായ ചെറിയ ചെറിയ കളികളിൽ മുഴുകി. എന്നാൽ ഏതാനും ആഴ്ചകൾക്കകം ആ സൗഹൃദം അവസാനിച്ചു. ആഗ്നൻ വന്ന് ഞങ്ങളുടെ ആൽബർട്ടിൻ്റെ റെഡ് ഇന്ത്യൻ കൂട്ടുകാരനെ കൊണ്ടുപോയി. ആഗ്നനിൻ്റെ ഭാര്യ, ആ പിശാചിനി, ആൽബർട്ടിൻ്റെ നേർക്ക് നോക്കിയ ആർത്തി നിറഞ്ഞ നോട്ടം ട്രീസയെ വല്ലാതെ ഭയപ്പെടുത്തി. കൂട്ടുകാരൻ വേർപിരിഞ്ഞത് ആൽബർട്ടിനെ ദുഃഖത്തിലാഴ്ത്തി. അവൻ്റെ പ്രസരിപ്പും ഉന്മേഷവും കളിയും ചിരിയും നഷ്ടപ്പെട്ടു. മിക്കപ്പോഴും മുറിയുടെ വാതിൽക്കൽ ചെന്ന് നോക്കുക അവൻ്റെ പതിവായി. ആ വാതിലിലൂടെയാണ് അവൻ്റെ ചങ്ങാതിയെ കൊണ്ടുപോയത്. തിരിച്ചു വരുന്നതും അതിലെ തന്നെയാവണം. കളിച്ചങ്ങാതിക്ക് വേണ്ടിയുള്ള ആ കൊച്ചു മനുഷ്യൻ്റെ കാത്തുനിൽപ്പ് ഞങ്ങളെയാണ് ഏറെ വേദനിപ്പിച്ചത്. അവൻ്റെ റെഡ് ഇന്ത്യൻ സ്നേഹിതൻ ഇനിയൊരിക്കലും തിരിച്ചു വരികയില്ലെന്ന് ഞങ്ങളെങ്ങനെ അവനെ അറിയിക്കും? അവൻ കൂട്ടുകാരനെക്കുറിച്ച് ഞങ്ങളോട് ചോദിക്കുന്നത് നിർത്തിവെച്ചു. വ്യക്തമായ ഒരു മറുപടി ലഭിക്കാത്തതുകൊണ്ടാവണം. എങ്കിലും മൂകവും ദയനീയവുമായ അനേകം ചോദ്യങ്ങൾ, സങ്കടം മുറ്റിയ അന്വേഷണങ്ങൾ അവൻ്റെ കണ്ണുകളിൽ ഞങ്ങൾ കണ്ടു. ഒന്നിലധികം തവണ ആൽബർട്ട് കൂട്ടുകാരനെ തിരക്കി ഇടനാഴികയിലേക്ക് പോയി. അതിൽ പിന്നീട് പകൽ സമയത്തും വാതിലടച്ച് തഴുതിടുക എന്നത് പതിവാക്കി. മനുഷ്യൻ്റെ രക്തവും മാംസവും ഭക്ഷിക്കുന്ന ഒരു പറ്റം രക്തരക്ഷസുകൾക്കിടയിലാണ് താൻ വളരുന്നതെന്നുള്ള വിവരം ഞങ്ങളുടെ മകന് അറിയില്ലല്ലോ. ക്രമേണ അവൻ ദുഃഖങ്ങൾ മറന്നു. പഴയ ഓജസ്സും സന്തുഷ്ടിയും പ്രസരിപ്പും വീണ്ടെടുത്തു. സന്തോഷകരമായ ജീവിതം എന്ന് തന്നെ പറയാം. ഞങ്ങൾ മൂവരും ഏറെ ഗാഢമായി, ഏറ്റവും തീവ്രമായി സ്നേഹിച്ച ജീവിതം, ഒന്നിനോടൊന്ന് ലയിച്ചു ചേർന്ന ജീവിതം, സ്നേഹാനുഭവങ്ങളും അനുഭൂതികളും കൊണ്ട് സമ്പന്നമായ ജീവിതം. അതെത്ര ഹ്രസ്വമായിരുന്നാൽ തന്നെയും അതൊരു ജീവിതമായിരുന്നു. രാത്രിയിൽ മെഴുകുതിരി കൊളുത്തിവെച്ചുകൊണ്ടാണ് ഞങ്ങൾ ഉറങ്ങുക. ഒരു ചെറിയ ചലനം അനുഭവപ്പെട്ടാൽ ഞാനും ട്രീസയും ഉണർന്നു കഴിഞ്ഞു. കുഞ്ഞാൽബർട്ട് അപ്പോൾ ഞങ്ങളുടെ മധ്യത്തിൽ സുഖസുഷുപ്തിയിലായിരിക്കും. ആഗ്നൻ വന്ന് ഞങ്ങളുടെ കുഞ്ഞിനെ മോഷ്ടിച്ചുകൊണ്ട് പോകുമെന്ന് ട്രീസ ഭയന്നിരുന്നു. അവൾ ആ വിധത്തിലൊരു പേക്കിനാവ് കാണുകയുമുണ്ടായി. അതിനുശേഷം രാത്രിയിൽ അവൾ ഒരിക്കലും ശരിക്കും ഉറങ്ങിയിരുന്നില്ല. ആഗ്നൻ ഞങ്ങളെ സന്ദർശിക്കാൻ എത്തിയിട്ട് 2 മാസം കഴിയുന്നു. ഞങ്ങൾക്ക് വിശ്രമഘട്ടമാണ്. ആഗ്നണിന് പുതിയ ഇരകളെയൊന്നും കിട്ടിക്കാണില്ല എന്ന് തോന്നി. അന്ന് രാത്രിയും ഞങ്ങൾ ആൽബർട്ടിനെ കിടക്കയിലിരുത്തി കളിപ്പിച്ചുകൊണ്ട് വളരെ നേരം ഇരുന്നു. ഒടുവിൽ പതിവ് പോലെ ഞങ്ങൾക്കും ഓരോ ഉമ്മ തന്നിട്ട് അവൻ ഉറങ്ങാൻ കിടന്നു. അധികം വൈകിയാണ് ഞാനും ട്രീസയും ഉറങ്ങിയത്. ഇനിയൊരു കുഞ്ഞുകൂടി വേണമെന്ന് അവൾക്ക് നിർബന്ധമായിരുന്നു. ആൽബർട്ടിന് ഒരു കൂട്ടു വേണമല്ലോ. ട്രീസയുടെ നിലവിളിയാണ് എന്നെ ഉണർത്തിയത്. മെഴുകുതിരി അണഞ്ഞു പോയിരിക്കുന്നു. അങ്ങനെ സംഭവിക്കാറുള്ളതല്ല. മുറിയിലിരുട്ട്. കുഞ്ഞെവിടെയെന്ന് ട്രീസ നിലവിളിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ചാടി എഴുന്നേറ്റ് മെഴുകുതിരി കൊളുത്തി. ഇല്ല, ആൽബർട്ട് കിടക്കയിലില്ല. ഞങ്ങൾ നെഞ്ചുവേവുന്ന ആദിയോടെ പാഞ്ഞു നടന്നു. മുറിയിലെല്ലാം തിരഞ്ഞു. ആൽബർട്ടിനെ കാണാനില്ല. നമ്മുടെ കുഞ്ഞ്. ട്രീസയുടെ ദയനീയമായ കരച്ചിൽ. അവൾ ബോധമറ്റ് വീണു. അധ്യായം 22. എനിക്കും രണ്ടാമതൊന്ന് ആലോചിക്കേണ്ടതില്ലായിരുന്നു. അടഞ്ഞുകിടന്ന വാതിൽപ്പാളികൾ വലിച്ചെറിഞ്ഞ് ഞാൻ ഇടനാഴിയിലേക്ക് കുതിച്ചു. എൻ്റെ സർവ്വകരുത്തും പാദങ്ങളിൽ സംഭരിച്ചുകൊണ്ട് ഇരുട്ടിലൂടെ ഞാൻ ഓടി. എനിക്ക് കാലുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കുരുതിക്കളത്തിൽ വെളിച്ചമുണ്ടായിരുന്നു. അഗ്നി കൊണ്ടെഴുതിയ ഒരു ചിത്രം ഞാൻ കണ്ടു. ചോരയുടെ മണമുള്ള ഭീകരചിത്രം. ബ്രോൾ ആഗ്നനും പിശാചിനിയും കിഴവനും ചെന്നായ്ക്കൂട്ടവും കഴുകന്മാരും. അവർ എൻ്റെ കുഞ്ഞിനെ പങ്കുവയ്ക്കുകയായിരുന്നു. തൊണ്ട പൊട്ടിയ ഒരലർച്ചയോടെ അവറ്റകളുടെ മേൽ പറന്നു വീണത് മാത്രം എനിക്ക് ഓർമ്മയുണ്ട്. ഉണരുമ്പോൾ ഞാൻ എൻ്റെ മുറിയിലായിരുന്നു. ഞാൻ ചുമരുകളെ നോക്കി. കിടക്കയിൽ ഒരു പ്രതിമ. അതിനു ചുറ്റും നിശബ്ദത. കണ്ണുനീർ ചാലുകൾ ഉണങ്ങിയ പാടുകൾ നിറഞ്ഞ കല്ലിച്ച മുഖം. ആ കണ്ണുകൾ വരണ്ടുണങ്ങിയിരുന്നു. എല്ലാം ഒരു ദുസ്വപ്നമായിരുന്നു. പക്ഷെ സ്വപ്നം ഇപ്പോഴും തുടരുകയാണ്. ഈ ദുസ്വപ്നത്തിന് ഓർമ്മകളുണ്ട്. പേക്കിനാവിൻ്റെ ആദ്യ ഭാഗങ്ങൾ ഓർമ്മ വന്നു. ഓരോ സംഭവങ്ങളും. നടുങ്ങിയില്ല, വേദനിച്ചില്ല, കരഞ്ഞില്ല. അതിനുള്ള കഴിവ് നഷ്ടപ്പെട്ടിരുന്നു. ഞങ്ങളുടെ കണ്ണുകൾക്ക് മുന്നിൽ നിഴൽ ചിത്രങ്ങൾ. സർവവും നിശ്ചലം. ധ്രുവങ്ങളിലെ ഹിമശിഖരങ്ങൾ പോലെ. എല്ലാ ദുഃഖങ്ങളോടും, എല്ലാ മക്കളോടും, എല്ലാ ആഗ്രഹങ്ങളോടും, പ്രതീക്ഷകളോടും കൂടി ഉറഞ്ഞുപോയ മനസ്സ്. ഞങ്ങളുടെ ജീവൻ സൂര്യൻ അസ്തമിച്ചു. കിഴവൻ മുറ തെറ്റാതെ മുറിയിൽ ഭക്ഷണം എത്തിക്കുകയും മടക്കി കൊണ്ടുപോവുകയും ചെയ്തിരുന്നു. ട്രീസയുടെ മുഖത്തെ ജ്വാലകൾ എന്നെ പൊള്ളിച്ചുണർത്തി. പ്രതികാരദാഹത്തിൻ്റെ തീ ഉള്ളിലൊരു കൊടുങ്കാറ്റുയർന്നു. ഇനി ജീവിതമില്ല. ദുഃഖത്തിലും ഭയത്തിലും മുഴുകി തല താഴ്ത്തിയില്ല. പ്രതികാരദാഹത്തിൻ്റെ തീയിൽ ജ്വലിച്ച് നിഷ്ഫലമായ ഒരേറ്റുമുട്ടലിലൂടെ കൊല്ലപ്പെടുക.
ഞങ്ങൾക്ക് ഞങ്ങളുടെ കുഞ്ഞിനോടൊപ്പം ചെന്നേ മതിയാവൂ. ഓരോ ഞരമ്പിലും ഓരോ കണികയിലും ജ്വലിക്കുന്ന പ്രതികാരത്തിലുരുകി ബോധം നഷ്ടപ്പെട്ടവരായി തീർന്നിരുന്നു ഞങ്ങൾ. ട്രീസയുടെ മുഖം ചോരക്കട്ട പോലെ, കണ്ണുകൾ തീക്കനൽ പോലെ. ഞങ്ങൾക്ക് ആൽബർട്ടിനെ നഷ്ടപ്പെട്ടിട്ട് എത്ര ദിവസമായി അറിഞ്ഞുകൂടാ. ഞാൻ ബോധമുണരുമ്പോൾ തന്നെ 2-3 ദിവസം കഴിഞ്ഞിരിക്കണം. പകൽവേളകളിൽ രക്തരക്ഷസുകൾ നിർവീര്യമായിരിക്കുമെന്ന ഒരു ചിന്ത വളരെ മുൻപ് മുതൽക്കേ എനിക്കുണ്ടായിരുന്നു. ആഗ്നണിനെയോ ഭാര്യയെയോ രാത്രിയിലല്ലാതെ പകൽ സമയത്ത് ഞാൻ കണ്ടിട്ടില്ല. പകൽ സമയത്ത് അവർ മന്ദിരത്തിലെവിടെയുണ്ടെങ്കിലും നിദ്ര കൊള്ളുകയായിരിക്കാമെന്ന് ഞാൻ ഊഹിച്ചു. എങ്കിലും കിഴവനെ ഭയന്നു. മന്ദിരത്തിൻ്റെ ഉൾത്തളങ്ങളിലേക്ക് ഇറങ്ങാൻ ഞാൻ ഒരിക്കലും ധൈര്യപ്പെട്ടിരുന്നില്ല. ഇപ്പോൾ എനിക്ക് ഭയമില്ല, സ്നേഹമില്ല, ദുഃഖമില്ല, ആഗ്രഹങ്ങളില്ല. ഞാൻ തനിയെ മന്ദിരത്തിനുള്ളിൽ ചുറ്റിക്കറങ്ങാൻ ആരംഭിച്ചു. ഒരൊറ്റ കഴുകനെയോ ചെന്നായയെയോ ആ മന്ദിരത്തിനുൾത്തളങ്ങളിൽ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അവസാനം ഞാനത് കണ്ടുപിടിച്ചു. ഇരുണ്ടതും ശൂന്യവുമായ മുറികളിലൊന്നിൽ കാണപ്പെട്ട 2 ശവപ്പെട്ടികൾ. അസാധാരണ വലിപ്പവും കനവുമുള്ള ശവപ്പെട്ടികൾ. ആദ്യം ഞാനതേക്കുറിച്ച് അത്ര പരിഗണന ചെലുത്തിയില്ല. അശ്രദ്ധമായിട്ടാണ് തുറക്കാൻ ശ്രമിച്ചത്. ഒരു വശത്ത് തടികൊണ്ടുള്ള വിചാരികളിന്മേൽ ഘടിപ്പിച്ച് അതിൻ്റെ മൂടിക്ക് വല്ലാത്ത ഭാരമുണ്ടായിരുന്നു. ഒരു പെട്ടിയുടെ മൂടി ഞാൻ വലിച്ചു തുറന്നു. ആരിലും നടുക്കമുണർത്തുന്ന കാഴ്ചയായിരുന്നു അത്. ചുക്കിച്ചുളിഞ്ഞ ഒരു മൃതദേഹം. അനേകം നൂറ്റാണ്ടുകളായി അഴുകാതിരിക്കുന്ന വിളറി വെളുത്ത ശവം. ചുളിവുകൾ നിറഞ്ഞ മുഖം. ചത്ത കണ്ണുകൾ തുറന്നിരിക്കുന്നു. വര പോലുള്ള ചുണ്ടുകൾ അകന്നിരിക്കുന്നതിനാൽ പല്ലുകൾ പുറത്തു കാണാം. ചൊടിപ്പിക്കുന്ന ഗന്ധവും. യാതൊരു ചലനവുമില്ല. ആഗ്നനായിരുന്നു അത്. അയാൾ ഉറങ്ങുകയാണ്. പകൽ സമയത്ത് സുഖമായ നിദ്ര. ഞാൻ പെട്ടിയടച്ചു. അടുത്ത പെട്ടി തുറന്നു നോക്കിയപ്പോൾ ആഗ്നണിൻ്റെ ഭാര്യ ഉറങ്ങുന്നത് കാണായി. അതും വളരെ പഴകിയ നഗ്ന ശരീരമായിരുന്നു. പല്ലിളിച്ചുള്ള ആ കിടപ്പിൻ്റെ ദൃശ്യം ആരെയും നടക്കുന്നതായിരുന്നു. ആ പെട്ടിയും ഞാൻ അടച്ചു. എൻ്റെ മുറിയിൽ തിരിച്ചെത്തി. എങ്ങനെയാണ് അവരെ നശിപ്പിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. എങ്കിലും പ്രതികാരദാഹത്തിൻ്റെ തീക്കുണ്ടത്തിൽ നിന്ന് പുറത്തു കടക്കാൻ എനിക്ക് സാധ്യമല്ലായിരുന്നു. സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ ആഗ്നനും ഭാര്യയും നിദ്ര വിട്ടുണരും. രക്തരക്ഷസുകളുടെ പൈശാചിക ശക്തി അവരിൽ നിറയും. അതിനു മുൻപ് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ എന്നാണ് അറിയേണ്ടിയിരുന്നത്. ആഗ്നനും ഭാര്യയും നിദ്ര കൊള്ളുമ്പോൾ അവരുടെ പൈശാചിക ശക്തി അത്രയും കിഴവനിലാണ് കുടിയിരുത്തുന്നതെന്ന് എനിക്കറിയില്ലായിരുന്നു. ട്രീസയെയും കൂട്ടി ഞാൻ വീണ്ടും ശവപ്പെട്ടികൾക്കരികിൽ പോയി. പിസ്റ്റൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. മൂടി തുറന്ന് ഞാൻ ആഗ്നണിൻ്റെ ശിരസിലും നെഞ്ചിലും നിറയൊഴിച്ചു. എന്നാൽ ഒരു പോറൽ പോലും ഏൽപ്പിക്കാൻ അതിന് കഴിഞ്ഞില്ല. ഞങ്ങൾ കുറേ കടലാസുകളും വസ്ത്രങ്ങളും തടിക്കഷ്ണങ്ങളും വാരി വലിച്ചു കൊണ്ടുവന്ന് ആ ശവപ്പെട്ടികൾക്ക് ചുറ്റുമിട്ടിട്ട് തീ കൊളുത്തി. തീ ആളിക്കത്തി. പക്ഷേ ആ ശവപ്പെട്ടികൾ മാത്രം തീ പിടിക്കാതെ, ചൂടുപോലും ഏൽക്കാതെ സുരക്ഷിതമായിരുന്നു. നിരാശയോടെ ഞാൻ തിരിയുമ്പോൾ കിഴവൻ പൈശാചികമായി പല്ലിളിച്ച് വാതിൽക്കൽ നിൽക്കുന്നത് കാണായി. അയാൾ ഒരു പൈശാചിക ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് ഞങ്ങളുടെ മേൽ ചാടി വീണു. ഞങ്ങളെ വലിച്ചിഴച്ച് മുറിയിൽ കൊണ്ടുപോയി തള്ളി. ആഗ്നൻ നിദ്ര വിട്ടുണർന്നു കഴിഞ്ഞാൽ പ്രതികാരമുണ്ടാകുമെന്ന് എനിക്ക് ഏറെക്കുറെ തീർച്ചയായിരുന്നു. അസ്തമയം കഴിയുന്നതോടെ അയാൾ ഉണരും. ഞങ്ങളുടെ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയി ആഹരിച്ച നിലയ്ക്ക് അയാളുടെ അടുത്ത ഇര ഞാനോ ട്രീസയോ ആയിരിക്കാമെന്ന് ഞാൻ ഊഹിച്ചു. റെഡ് ഇന്ത്യൻ കുട്ടികൾക്ക് ക്ഷാമമായി തുടങ്ങിയിരുന്നു. പഴയതുപോലെ അവരെ കിട്ടാനില്ല. മാത്രമല്ല, ബിസ്മാർക്കിലെ പ്രേതഭവനത്തിലേക്ക് താമസം മാറ്റാനുള്ള ഏർപ്പാടുകൾ ആഗ്നൻ പൂർത്തിയാക്കി വരുന്നതായും ഞാൻ ഊഹിച്ചിരുന്നു. ബിസ്മാർക്കിലെത്തിക്കഴിഞ്ഞാൽ അയാളുടെ ദാരിദ്ര്യം തീരും. സ്ത്രീകളും കുഞ്ഞുങ്ങളും ധാരാളം. സമയം തീരെയില്ല. അസ്തമയത്തിന് ഏതാനും മണിക്കൂറുകൾ മാത്രം. ആഗ്നൻ്റെ നേർക്ക് ഒരു കൈകൂടി പൊരുതിയാലോ എന്നും ആലോചിച്ചു. ഫലിച്ചില്ലെങ്കിലും അവസാനമായി ഒന്നുകൂടി ശ്രമിച്ചു എന്ന ആശ്വാസമെങ്കിലും കിട്ടുമല്ലോ. നാശം പിടിച്ച തോക്ക് ഞാൻ എറിഞ്ഞു കളഞ്ഞിരുന്നു. എൻ്റെ കൈവശം 1-2 കടാരകൾ, പേനാക്കത്തികളല്ല ഉണ്ടായിരുന്നതായി എനിക്ക് ഓർമ്മയുണ്ട്. വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ എത്തുമ്പോൾ ഞാൻ കരുതിയിരുന്ന നായാട്ട് കത്തികൾ. ഇവിടെ വന്നതിന് ശേഷം ഞാനത് ഉപയോഗിച്ചിരുന്നില്ല. വളരെ അപൂർവമായി മാത്രം ഉപയോഗിക്കേണ്ടുന്ന സൂക്ഷിച്ചിരുന്ന തുകൽപ്പെട്ടി തുറന്നു. ഞാൻ അതിലെ സാധനങ്ങളെല്ലാം നിലത്തു കുടഞ്ഞു. അക്കൂട്ടത്തിൽ ഞാൻ പ്രതീക്ഷിച്ച കത്തികളുണ്ടായിരുന്നു. കത്തികൾ രണ്ടും 2 വലിപ്പത്തിലുള്ളതായിരുന്നു. അവ തുരുമ്പെടുക്കാൻ ആരംഭിച്ചിരുന്നു. ഇതുകൊണ്ട് ആഗ്നണിനെയും ഭാര്യയെയും നശിപ്പിച്ചു കളയാമെന്ന മിഥ്യാധാരണയൊന്നും എനിക്കില്ലായിരുന്നു. ആകെ കൂടി ഉണ്ടായിരുന്നത് യുക്തിരഹിതമായ പ്രതികാര ചിന്ത മാത്രം.
സാധനങ്ങളോടൊപ്പം തറയിൽ വീണ ചെറിയ പെട്ടി എൻ്റെ അലസമായ ശ്രദ്ധയിൽ കുടുങ്ങി. അതെങ്ങനെ എൻ്റെ പെട്ടിക്കുള്ളിൽ വന്നു? അത് ആരുടേതാണ് എന്നൊന്നും എനിക്കാദ്യം മനസ്സിലായില്ല. അത് എൻ്റേതല്ലെന്നും അതിനുള്ളിൽ എന്താണുള്ളതെന്നും എനിക്കറിയില്ലെന്നും തീർച്ചയുണ്ടായിരുന്നു. വളരെ ആലോചിച്ചപ്പോൾ എനിക്കത് ഓർമ്മ വന്നു. എന്നെ സ്നേഹിച്ചിരുന്ന എൻ്റെ അകന്ന ചാർച്ചയിൽപ്പെട്ട ഒരു വൃദ്ധപാതിരി അദ്ദേഹത്തിൻ്റെ മരണക്കിടക്കയിൽ വെച്ച് എനിക്ക് സമ്മാനിച്ച പെട്ടി. നീ ഇത് സൂക്ഷിച്ചുകൊള്ളുക, എൻ്റെ പ്രാർത്ഥനാ സാമഗ്രികൾ അതിലുണ്ട്. അദ്ദേഹം അവസാനമായി പറഞ്ഞതും എനിക്ക് ഓർമ്മ വന്നു. ഞാൻ അത്യധികമായ ആകാംക്ഷയോടെ ആ ചെറിയ പെട്ടി തുറന്നു. അതിനുള്ളിൽ തങ്കനൂലിൽ കൊരുത്ത 3 ചെറിയ കുരിശുകളുണ്ടായിരുന്നു. തീരെ കനം കുറഞ്ഞ സ്വർണ്ണത്തകിടിൽ നിന്നു കൊത്തിയെടുത്ത കുരിശുകൾ. ഒരു ചെറിയ ഡെപ്പിക്കുള്ളിലാണത് സൂക്ഷിച്ചിരുന്നത്. പൊടിഞ്ഞു തുടങ്ങിയ ഏതാനും തിരുവോസ്തികൾക്ക് മീതെ. പിന്നെയുണ്ടായിരുന്നത് ഒരു ചെറിയ പ്രാർത്ഥനാ പുസ്തകവും ബൈബിളിൻ്റെ ഒരു പോക്കറ്റ് എഡീഷനുമാണ്. അവയിലേക്ക് തന്നെ നോക്കിയിരിക്കെ വെളിപാട് പോലെ എനിക്കൊരാശയം ഉദിച്ചു. ദൈവത്തിലും പ്രാർത്ഥനയിലും വിശ്വാസമില്ലാത്തവനായിരുന്നു ഞാൻ എന്ന് ഓർക്കുക. ഞാൻ ആ കുരിശുകൾ കയ്യിലെടുത്തു. തോക്കുകൾ ഉപയോഗിക്കാനായി സൂക്ഷിച്ചിരുന്ന ഈയ കഷ്ണങ്ങൾ ഒരുക്കി ഞാൻ ആ കുരിശുകൾ എൻ്റെ കത്തികളുടെ മുനയോട് ചേർത്ത് വിളക്കി. പിന്നെ ട്രീസയെ അടുത്തിരുത്തി ബൈബിളിലെ ഏതാനും വാക്യങ്ങൾ വായിച്ചു. പിന്നെ പ്രാർത്ഥനാ പുസ്തകം തുറന്നു. ഞാനൊരിക്കലും ഉരുവിട്ടിട്ടില്ലാത്ത ഏതാനും പ്രാർത്ഥനകളും ജപങ്ങളും. ട്രീസയെ ഞാനൊരു കത്തി ഏൽപ്പിച്ചു. ഒരു കത്തിയും അവശേഷിച്ച കുരിശും തിരുവോസ്തിയുടെ അവശേഷിച്ചിരുന്ന ഡെപ്പിയും ഞാൻ കയ്യിൽ കരുതി. സമയം അസ്തമയത്തോടടുത്തിരുന്നു. മുറിവിട്ടിറങ്ങുമ്പോൾ എനിക്ക് അതിരറ്റ ആത്മവിശ്വാസമുണ്ടായിരുന്നു. ഞങ്ങൾ ഒരുപക്ഷെ മരിച്ചേക്കാം, എങ്കിലും ഞങ്ങളുടെ പ്രതികാരം അന്തിമമായി വിജയിക്കും. ശവപ്പെട്ടികൾ സൂക്ഷിച്ചിരുന്ന മുറിയിലെത്തി. ഞാൻ ആഗ്നൻ കിടന്ന പെട്ടിയുടെ മൂടി തുറന്നു. ട്രീസ ആഗ്നൻ്റെ ഭാര്യയുടെയും. ട്രീസയുടെ പ്രതികാരാഗ്നി ജ്വലിക്കുന്ന മുഖം ആരെയും പേടിപ്പെടുത്തുമായിരുന്നു. സൂര്യൻ അസ്തമിക്കുകയാണ്. ആഗ്നൻ്റെ വെളുത്തുവിളറിയ ശരീരത്തിന് ചലനം. കണ്ണുകൾ പതുക്കെ ഇളകുന്നു. അയാൾ നിദ്ര വിട്ടുണരുകയാണ്. അയാൾ പൈശാചികമായി പല്ലിളിച്ചപ്പോൾ ഞാനൊരു നിമിഷത്തേക്ക് ഞെട്ടിത്തെറിച്ചുപോയി. പെട്ടെന്ന് എൻ്റെ കുഞ്ഞിനെ ഞാൻ ഓർമ്മിച്ചു. അത്യുച്ചത്തിൽ ഗർജിച്ചുകൊണ്ട് ഞാൻ ആ കത്തി അവൻ്റെ നെഞ്ചിലേക്ക് കുത്തിത്താഴ്ത്തി. അത് പിടിവരെ താഴ്ന്നുപോയി. ഇടതുകൈയിൽ പിടിച്ചിരുന്ന ഡെപ്പിയിലുണ്ടായിരുന്ന കുരിശും തിരുവോസ്തിയുടെ അവശിഷ്ടങ്ങളും ഒപ്പം ഞാൻ പെട്ടിക്കുള്ളിലേക്കിട്ടു. ട്രീസ എന്തൊക്കെയോ ചീറി പുലമ്പിക്കൊണ്ടും അടുത്ത പെട്ടിയിലെ ശരീരത്തിൽ കത്തി കുത്തിയിറക്കിക്കഴിഞ്ഞിരുന്നു. ദിക്കുകളെ നടുക്കുന്ന അതിഭയാനകമായ അലർച്ച. മന്ദിരം വിറകൊള്ളുന്നുണ്ടായിരുന്നു. ആകെ ഒരു പ്രകമ്പനം. കെട്ടിടം കുലുങ്ങുന്നു. 100 കണക്കിന് ജനാലകളും വാതിലുകളും തുറന്നടയുന്നു. എവിടെയൊക്കെയോ ചുമരുകളും മേൽപ്പുരയും ഇടിഞ്ഞു തകരുന്നു. അതിനിടെ ചെന്നായ്ക്കൾ മന്ദിരത്തിലുടനീളം പാഞ്ഞു നടന്ന് ദീനമായി ഓരിയിടുന്നതും കഴുകന്മാർ ചിറകടിച്ച് പറന്ന് ഭീകര ശബ്ദങ്ങളുണ്ടാക്കുന്നതും കേൾക്കായി. ഒരു ഭൂമി കുലുക്കം സംഭവിക്കുകയാണെന്ന് തോന്നി. വാതിലുകളും ജനാലകളും പൊളിഞ്ഞടർന്നു വീഴുന്ന ശബ്ദം തുടർച്ചയായി കേട്ടു. പുറത്തും ഇടനാഴിയിൽ നിന്നും ഭയാനകമായ ഒരു ആക്രന്ദനം. ഞാൻ ഞെട്ടിത്തിരിഞ്ഞു. കാവൽ ഗോപുരത്തിലെ കിഴവൻ മുറിയിലേക്ക് പാഞ്ഞു കയറുന്നു. അധ്യായം 23. ആഗ്നണിൻ്റെ ദേഹത്തു നിന്നും കത്തിയൂരിക്കൊണ്ട് ഞാൻ കിഴവൻ്റെ മേൽ ചാടി വീണു. അയാൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നതിന് മുൻപേ എൻ്റെ കത്തി അയാളുടെ നെഞ്ചിൽ താഴ്ന്നിരുന്നു. കിഴവൻ അതിഭയങ്കരമായി അലറിക്കൊണ്ട് കൈകൾ മേലോട്ടുയർത്തി. വായ് ഗുഹ പോലെ പൊളിഞ്ഞു. കണ്ണുകൾക്ക് മുട്ടയുടെ വലുപ്പമായി. കിഴവൻ പിന്നോക്കം നീങ്ങി വാതിൽക്കലെത്തി. തറയിൽ വീഴുന്നതിന് മുൻപേ കൈകൾ പിന്നോട്ട് നിരക്കി നീക്കി അയാൾ വാതിലടച്ചു കളഞ്ഞു. നീ ഇനി പുറത്തു പോവുകയില്ല. അയാൾ അവസാനമായി ഒരട്ടഹാസം മുഴക്കി. ഒരു തുള്ളി ചോരയോ വെള്ളമോ അയാളുടെ മുറിവിൽ നിന്നും പുറത്തേക്ക് വന്നില്ല. അയാൾ തറയിൽ കിടന്ന് പുളഞ്ഞു പിടിഞ്ഞടിച്ച് മറിഞ്ഞു. ഞാൻ ആഗ്നണിനെ നോക്കി. ആ ചെകുത്താൻ ശരീരം പല കഷ്ണങ്ങളായി വെടിഞ്ഞു കീറി. മുഖം 3ആയി വിണ്ടുപൊട്ടി. അതൊരു ഭയാനക ദൃശ്യമായിരുന്നു. കണ്ണുകൾ കറുത്ത ദ്രാവകമായി പൊട്ടിയൊലിക്കുവോളം അവൻ എൻ്റെ നേർക്ക് പല്ലിളിച്ച് തുറച്ചു നോക്കിക്കൊണ്ടിരുന്നു. ചോര ഉറഞ്ഞു പോകുന്ന ആ നോട്ടം. അതികഠിനമായ വേദനയാൽ അവൻ പെട്ടിക്കുള്ളിൽ കിടന്ന് പൊളഞ്ഞു. പല കഷ്ണങ്ങളായി വിണ്ടുപൊട്ടിയ അവൻ്റെ ശരീരം ക്രമേണ ഉരുകാൻ തുടങ്ങി. ഓരോ ഭാഗങ്ങളും കറുത്ത കുഴമ്പായി ദ്രവിച്ചുകൊണ്ടിരുന്നു. ട്രീസ അപ്പോഴും പിശാചിനിയുടെ മേൽ കത്തി കുത്തിയമർത്തി പിടിച്ചിരുന്നു. ആ ശരീരവും ആഗ്നണിൻ്റേത് പോലെ ഉരുകി ദ്രാവകമായി തുടങ്ങി. കോട്ടയുടെ ഉൾത്തളങ്ങളിൽ ചെന്നായ്ക്കളുടെ ഓരിയിടലും കഴുക്കളുടെ ചിറകടിയും ശക്തി പ്രാപിച്ചു വന്നു. എവിടെ നിന്നോ കൊടുങ്കാറ്റ് വീശിത്തുടങ്ങി. അടച്ചിട്ടിരുന്ന മുറിക്കുള്ളിലും കാറ്റിൽ വസ്ത്രങ്ങൾ കീറിപ്പറിഞ്ഞു പോകുമെന്ന് തോന്നി. കോട്ടത്തളത്തിൽ നിന്ന് പടഹധ്വനി.
യുദ്ധത്തിൻ്റെ ആരവം, അട്ടഹാസം, ആർപ്പുവിളി, മേൽപ്പുരയിൽ ചരൽമഴ, കുതിരപ്പടയുടെയും രഥങ്ങളുടെയും ഇരമ്പിപ്പാച്ചൽ, ആയുധങ്ങൾ കൂട്ടിമുട്ടുന്ന ഒച്ച, നിലവിളികൾ, സ്ത്രീകളുടെയും കുട്ടികളുടെയും കൂട്ടക്കരച്ചിൽ, മരണത്തിൻ്റെ പാട്ട്. ബ്രോളാഗ്നൻ്റെയും അയാളുടെ ഭാര്യയുടെയും ശരീരം കൊഴുത്ത ദ്രാവകമായി പെട്ടിക്കുള്ളിൽ തളം കെട്ടിക്കിടന്നു. കിഴവൻ്റെ ഉണങ്ങിച്ചൊള്ളിച്ച ശരീരം പൊക്കിയെടുത്ത് ഞാൻ ആഗ്നൻ്റെ പെട്ടിയിലേക്കിട്ടു. അത് കൊഴുത്ത ദ്രാവകത്തിൽ മുങ്ങിപ്പോയി. ട്രീസ കത്തി പെട്ടിയിലേക്കിട്ടിട്ട് പെട്ടിയടച്ചു. ഞാനും അതുതന്നെ ചെയ്തു. പെട്ടെന്ന് കൊടുങ്കാറ്റ് നിലച്ചു. ചെന്നായ്ക്കളുടെ ഓരിയിടലും കഴുക്കളുടെ ചിറകടിയൊച്ചയും നിലച്ചു. മരണത്തിൻ്റെ പാട്ടും രണഭേരികളും കുതിരക്കുളമ്പടിയും നിലവിളികളും ആർത്തനാദങ്ങളും നിലച്ചു. മന്ദിരത്തിൻ്റെ ചുമരുകളും ജനാലകളും വാതിലുകളും തകർന്നു വീഴുന്ന ഭയങ്കരമായ ശബ്ദവും നിലച്ചു. ഭൂമികുലുക്കം അവസാനിച്ചതുപോലെ തോന്നി. സമ്പൂർണമായ നിശബ്ദത. പെട്ടെന്ന് ഭ്രാന്തമായൊരു പൊട്ടിച്ചിരി മുഴങ്ങി. തലമുടി പിച്ചിപ്പറിച്ച് ദേഹം മാന്തിക്കീറി അലറിച്ചിരിച്ചുകൊണ്ട് ട്രീസ മുറിക്കുള്ളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടിയാടി നടന്നു. ചിരി ഒടുവിൽ പൊട്ടിക്കരച്ചിലായി. ചുമരിൽ തലയിട്ടടിച്ച് അവൾ കുഴഞ്ഞു വീണു. ട്രീസയുടെ ബോധം നശിച്ചു. അനേകം നൂറ്റാണ്ടുകളായി മനുഷ്യമാംസം ഭക്ഷിച്ചും മനുഷ്യരക്തം പാനം ചെയ്തും കുരുതി തുടർന്നു പോന്ന ബ്ലാക്ക് വാലിയിലെ രക്തരക്ഷസുകളെ എന്നേക്കുമായി നശിപ്പിച്ചതിൻ്റെ ഉന്മാദത്തിൽ ട്രീസ തകർന്നുപോയി. അനേകം റെഡ് ഇന്ത്യൻ കുഞ്ഞുങ്ങളെയും ഒടുവിൽ സ്വന്തം കുഞ്ഞിനെയും ഭക്ഷണമാക്കിയ ആ പിശാചുക്കളോടുള്ള പ്രതികാരത്തിൻ്റെ വിജയോന്മാദം അവളെ അടിച്ചു വീഴ്ത്തി. പിന്നെ ഒരിക്കലും ട്രീസ ബോധമുണർന്നില്ല. ഞാൻ എത്ര ശ്രമിച്ചിട്ടും അവളെ ഉണർത്താൻ കഴിഞ്ഞില്ല. ഞാൻ ചെന്ന് വാതിൽ തുറക്കാൻ ശ്രമിച്ചു. ഒരൊറ്റ വാതിലേയുള്ളൂ മുറിക്ക്. അത് തുറക്കാനുള്ള എൻ്റെ എല്ലാ ശ്രമവും വിഫലമായി. കതകിൽ ആഞ്ഞു തൊഴിക്കുകയും ചവിട്ടുകയും ചുമലുകൾ കൊണ്ട് തള്ളുകയും ചെയ്തു നോക്കിയെങ്കിലും അകത്തുനിന്നും ഒരിക്കലും പുറത്തേക്ക് തുറക്കാനാവാത്ത വിധം കിഴവൻ അവൻ്റെ പൈശാചിക ശക്തി ഉപയോഗിച്ച് അത് ബന്ധിച്ചിരുന്നു. അടുത്ത 3 ദിവസം തുടർച്ചയായി ഞാൻ വാതിലിനോട് മല്ലിട്ടുകൊണ്ടിരുന്നു. മുറിക്ക് ഒരു ജനാല പോലും ഇല്ലായിരുന്നു. ഞാൻ രക്ഷപ്പെടാനൊരു പഴുതു തേടി. ചുമരിൻ്റെ ഓരോ ഇഞ്ചിലും പരതി. ചുമർ ചവിട്ടിപ്പൊളിക്കാമോ എന്ന് നോക്കി. മേൽപ്പുര പൊളിക്കാനുള്ള ശ്രമവും വിഫലമായി. 4-ാം ദിവസമായതോടെ ആഹാരമോ ഒരിറ്റു വെള്ളമോ കിട്ടാതെ ഞാൻ തളർന്നു. ഇനി എങ്ങനെയെങ്കിലും മുറി തുറന്നു കിട്ടിയാൽ തന്നെ 10-40 മൈലുകൾ പിന്നിട്ട് ട്രീസയെയും വഹിച്ചുകൊണ്ട് സ്വാംബോ ഗ്രാമത്തിലെത്താൻ സാധ്യമല്ലെന്ന് എനിക്കുറപ്പായി. മിസ്റ്റർ മാർട്ടിൻ, എൻ്റെ കഥ വളരെ നീണ്ടുപോയി എന്ന് എനിക്കറിയാം. ഈ രാത്രി മുഴുവൻ ഞാൻ നിങ്ങളെ ഉറക്കം വിളിച്ചിരുത്തി മുഷിപ്പിച്ചതിൽ എനിക്ക് സങ്കടമുണ്ട്. പക്ഷേ എനിക്ക് ഈ കഥ ആരോടെങ്കിലും പറയണമായിരുന്നു. നിങ്ങളെപ്പോലെ ചങ്കൂറ്റമുള്ള ഒരാൾ വരുമ്പോഴല്ലേ എനിക്കിത് പറയാനൊക്കൂ. കഥ കേൾക്കാനും കുറെ ധൈര്യം കൂടിയേ തീരൂ. ഏതായാലും ഞാനിനി അധികം നീട്ടുന്നില്ല. എത്രയും വേഗം പറഞ്ഞ് അവസാനിപ്പിച്ചേക്കാം. അങ്ങനെ 5 ദിവസം കഴിഞ്ഞതോടെ ഞാൻ തീർത്തും അവശനായി. ഇനി ആരെങ്കിലും ബ്ലാക്ക് വാലിയിലെത്തി ഞങ്ങളെ കണ്ടുപിടിച്ചാൽ മാത്രമേ രക്ഷയുള്ളൂ. ഞാൻ ട്രീസയെ മുറിയുടെ ഒരു കോണിലേക്ക് മാറ്റിക്കിടത്തി. അതിന് വളരെ ക്ലേശിക്കേണ്ടി വന്നു. എന്നിട്ട് അവളുടെ അരികിൽ അവളെ ആലിംഗനം ചെയ്തുകൊണ്ട് ഞാനും കിടന്നു. അവളുടെ മന്ദഗതിയിലുള്ള ഹൃദയമിടിപ്പും ശ്വാസനിശ്വാസങ്ങളും എനിക്ക് കേൾക്കാം. കണ്ണുകൾ താണ് കവിളൊട്ടി, ചുണ്ടുകൾ വരണ്ട് മെലിഞ്ഞു വിളർത്ത അവൾ മൃതപ്രായയായി തീർന്നിരുന്നു. മിസ്റ്റർ മാർട്ടിൻ, നിങ്ങളൊരു പത്രപ്രവർത്തകനല്ലേ? മരിക്കുകയാണെന്നറിഞ്ഞുകൊണ്ട് മരണം കാത്തുകിടക്കുന്ന ആ അനുഭവം എത്ര കഠിനമാണെന്ന് നിങ്ങൾക്കറിയാമോ? അത് ജീവിതത്തിൻ്റെ മധ്യഘട്ടത്തിൽ പോലും എത്തിയിട്ടില്ലാത്ത ആരോഗ്യവാനായ ഒരു പുരുഷൻ, അനേക വർഷം പ്രേതക്കോട്ടയിൽ കഴിഞ്ഞ ഒരുവൻ, അവനെ പീഡിപ്പിച്ചുകൊണ്ടിരുന്ന രക്തരക്ഷസുകളെ നശിപ്പിച്ച് സ്വതന്ത്രനായവൻ. നിങ്ങൾക്കറിയില്ല മാർട്ടിൻ, നിങ്ങൾക്കത് ഊഹിക്കാൻ പോലും സാധ്യമല്ല. ദാഹം കൊണ്ട് തൊണ്ട വരണ്ടുണങ്ങി, നാവുണങ്ങിയ തോൽക്കഷ്ണമായി. ചലിക്കാനോ മിണ്ടാനോ കരുത്തില്ല. ദിവസങ്ങൾ കടന്നുപോയതറിഞ്ഞില്ല. പകലും രാത്രിയും തിരിച്ചറിഞ്ഞില്ല. പക്ഷേ എൻ്റെ ട്രീസ മരിച്ചത് ഞാൻ അറിഞ്ഞു. ഞാൻ ഉണർന്നു കിടക്കുമ്പോഴായിരുന്നു. അവൾ ചെറുതായി ഒന്നനങ്ങി. മിഴികൾ പാതി തുറന്ന് എന്നെ അവസാനമായി ഒന്ന് നോക്കി. അത്രമാത്രം. തണുത്ത ആ ശരീരത്തിൽ കെട്ടിപ്പിടിച്ചു കിടന്നുകൊണ്ട് ഞാൻ പലതും ഓർമ്മിച്ചു. അവൾ ഈ പ്രേതക്കോട്ടയിൽ വന്നത്, അവളെ ഞാൻ ആഗ്നനിൽ നിന്ന് രക്ഷിച്ചത്, സ്വന്തമാക്കിയത്, ഞങ്ങൾ സ്നേഹിച്ചത്, ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ടായത്, എല്ലാം. എൻ്റെ വിളക്കണഞ്ഞു. ഞാൻ ഓർമ്മകളുടെ പിണ്ടമായി. പക്ഷേ ഞാൻ ദുഃഖിച്ചില്ല. 2 നാൾക്കകം ഞാനും മരിക്കും. അങ്ങനെ ഞങ്ങൾ ഒന്നു ചേരും. ഈ പ്രേതമന്ദിരം നിശബ്ദതയിലും ആണ്ടുപോയി. മാർട്ടിൻ കണ്ടതാണല്ലോ, കെട്ടിടം പലയിടത്തും ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്നത്.
പുറത്തേക്കുള്ള വഴി തേടി നിങ്ങൾ ഒരുപാട് അലഞ്ഞു ഇല്ലേ? ഞാനാണ് നിങ്ങളെ കുഴക്കിയത്. എനിക്ക് നിങ്ങളോട് എൻ്റെ കഥ പറയണമായിരുന്നു. ഏതായാലും പുറത്തു കിടക്കാനുള്ള വഴി ഞാൻ പറഞ്ഞു തരാം. ആ വാതിലിന് മുൻപിലുള്ള ഇടനാഴിയിലൂടെ ഇടത്തോട്ട് തിരിയണം. പിന്നെ ഒരു പിരിവ്. അവിടെ നിന്ന് വലത്തെ ഇടനാഴിയിലൂടെ പോയാൽ മന്ദിര അങ്കണത്തിലെത്താം. ആർതർ ക്രിസ്റ്റി പറഞ്ഞു നിർത്തി. ആ ശവപ്പെട്ടികളാണോ ആ കാണുന്നത്? മാർട്ടിൻ ഭീതിയോടെ ചോദിച്ചു. അതെ, പക്ഷേ അത് നശിപ്പിക്കാനോ തുറക്കാനോ ആർക്കും സാധിക്കുമെന്ന് തോന്നുന്നില്ല. 17 വർഷം മുൻപ് ഞങ്ങൾ അടച്ചിട്ട പെട്ടിയാണത്. 17 വർഷം. മാർട്ടിൻ സംശയത്തോടെ ആർതർ ക്രിസ്റ്റിയെ നോക്കി. എന്നിട്ട് നിങ്ങൾക്ക് എന്ത് സംഭവിച്ചു? 17 വർഷമായി നിങ്ങളിവിടെ എന്ത് ചെയ്യുകയായിരുന്നു? അതും പറയാം. മാർട്ടിൻ കേൾക്കൂ. ഞാൻ തീരെ അവശനായി. ചെറുവിരൽ പോലും അനക്കാൻ വയ്യ. ബുദ്ധി പതറി. ഇടയ്ക്കിടെ ബോധം മറയുകയും തെളിയുകയും ചെയ്തു. ഓരോ ഓർമ്മകൾ അപ്പോഴും ശേഷിച്ചിരുന്നു. എൻ്റെ ബാല്യകാലം. ഞാൻ ജനിച്ചു വളർന്ന ലൂയിസ്വിൽ, ഒഹായോ നദിയുടെ സംഗീതം. നദിക്കരയിലെ കൊച്ചുസുന്ദരി. അവളുടെ മൃതദേഹത്തെ ആലിംഗനം ചെയ്ത് കിടക്കുകയാണ് ഞാൻ. ഫ്ലോറിഡയിലും അറ്റ്ലാന്റയിലും ബിസ്മാർക്കിലും എൻ്റെ ജീവിതം. ലഹളകൾ, ആത്മഹത്യാശ്രമം, ഇവിടേക്കുള്ള വരവ്. അങ്ങനെ എന്തെല്ലാം ഓർമ്മകൾ. ട്രീസയുടെ മരണവും ഓർമ്മയിൽ തങ്ങി നിന്നു. ചിലപ്പോൾ എനിക്ക് തോന്നും അറ്റ്ലാന്റയിലാണ് ഞാനെന്നും. അല്ലെങ്കിൽ നദിക്കരയിൽ കളിച്ചു നടക്കുകയാവും. അതുമല്ലെങ്കിൽ കപ്പലിൻ്റെ മുകൾ തട്ടിലൂടെ നടക്കുകയാണ്. ട്രീസയും ആൽബർട്ടും എന്നെ കാണാതെ അടുത്ത മുറിയിൽ ഒളിച്ചിരുന്ന് ചിരിക്കുന്നുണ്ടെന്നും ഒരിക്കൽ തോന്നി. ഞാൻ ഏറ്റവും ഒടുവിൽ ചിന്തിച്ചപ്പോൾ ഞാനൊരു കൊച്ചുകുട്ടിയായിരുന്നു. ഞാൻ നദിക്കരയിലൂടെ നടക്കുകയായിരുന്നു. സൂര്യൻ അസ്തമിക്കാറായിരുന്നു. നദി സ്വർണം ഉരുക്കിയൊഴിച്ചതുപോലെ. പെട്ടെന്ന് സൂര്യൻ അസ്തമിച്ചു. നദിയിലൂടെ പോയിക്കൊണ്ടിരുന്ന ബോട്ടുകൾ മറഞ്ഞു. നദിക്ക് നടുവിലെ തുരുത്തിലിരുന്ന് ട്രീസ എന്നെ മാടി വിളിച്ചു. അവളുടെ മടിയിലിരുന്ന് ആൽബർട്ടും കയ്യാട്ടി വിളിക്കുന്നു. ഞാൻ നദിയിലേക്ക് കുതിച്ചു. ആകാശം പെട്ടെന്നിരണ്ടു. ഓളങ്ങൾ കറുത്തു. അവ എന്നെ ചുറ്റിവരിഞ്ഞു, ആഴങ്ങളിലേക്ക് വലിച്ചു. എൻ്റെ തലച്ചോറിൽ കറുത്ത ജലം അടിച്ചു കയറി. ട്രീസയുടെ ചുണ്ടുകളുടെ തണുപ്പ് എനിക്ക് അനുഭവപ്പെട്ടു. അവളെ ആശ്ലേഷിക്കുന്നതിന് മുൻപേ ഞാൻ താണുപോയി അഗാധതയിലേക്ക്. ക്രിസ്റ്റിയുടെ ശബ്ദത്തിൽ ദുഃഖം. എന്നിട്ട് മാർട്ടിൻ്റെ കണ്ണുകൾ തള്ളി. കത്തിക്കൊണ്ടിരുന്ന മെഴുകുതിരി പെട്ടെന്നണഞ്ഞു. മുറിയിലിരുട്ട്. മാർട്ടിൻ പെട്ടെന്ന് ടോർച്ച് തപ്പിയെടുത്തു. ഇതാ, പുലരി ഉദിച്ചു കഴിഞ്ഞു. ഇതുവരെ എൻ്റെ കഥ കേട്ടിരുന്നതിന് നന്ദി. കുറേ അകലെ നിന്നുള്ള സ്വരം. ആർതർ ക്രിസ്റ്റി എവിടെ? മാർട്ടിൻ ടോർച്ച് തെളിച്ചു. മുറിയിൽ ആരെയും കാണാനില്ല. അശരീരി പോലെ ഒരു ശബ്ദം മുഴങ്ങി. എന്നിട്ടെന്ത് സംഭവിച്ചുവെന്ന് എനിക്ക് ഓർമ്മയില്ല മാർട്ടിൻ. കഴിഞ്ഞ 23 വർഷങ്ങളായി ഞാനിവിടെയുണ്ട്. എൻ്റെ കൂടെ ട്രീസയുണ്ട്. 1000 വർഷങ്ങൾ കഴിഞ്ഞാലും ഞങ്ങളിവിടെ ഉണ്ടാവും. ഞങ്ങളുടെ കഥ പറയാൻ. മനുഷ്യൻ്റെ കാലൊച്ചകൾക്കായി ഞങ്ങൾ കാത്തിരിക്കും. മാർട്ടിൻ നടുങ്ങി വിറച്ചു. ആ ശവപ്പെട്ടികൾ. പിന്നെ മുറിക്കോണിൽ കണ്ട സ്ത്രീയുടെയും പുരുഷൻ്റെയും അസ്ഥികൂടങ്ങൾ. ഒറ്റ നിമിഷം കൊണ്ട് മാർട്ടിന് ഭ്രാന്ത് പിടിച്ചതുപോലെയായി. പേടിയുടെ അലർച്ച മുഴക്കിക്കൊണ്ട് അയാൾ വാതിൽ ചവിട്ടി തുറന്നു. ഇടനാഴികയിലേക്ക് ചാടി. ടോർച്ച് തെളിച്ചുകൊണ്ട് പാഞ്ഞു. മാർട്ടിൻ കോട്ടത്തളത്തിലെത്തി. പുലരി പൊട്ടിവിടരുകയായി. കിഴക്കൻ പർവ്വതങ്ങൾക്ക് മുകളിൽ ആകാശത്തിന് വിളറിയ തങ്കനിറം. ഉദയത്തിൻ്റെ നാന്ദി. മാർട്ടിൻ കോട്ടമുഖത്തേക്ക് ഓടി. കാവൽ ഗോപുരത്തിലേക്ക് പേടിയോടെ നോക്കി. കിഴവനുണ്ടോ? ആരെങ്കിലും പിന്തുടരുന്നുണ്ടോ? തകർന്നു കിടന്ന കോട്ടവാതിലിന് മീതെ കൂടി അയാൾ വെളിയിലേക്ക് ചാടിക്കടന്നു. താഴ്വരയിലെത്തിയ ശേഷം അയാൾ തിരിഞ്ഞു നോക്കി വിളിച്ചുകൂവി. ഞാൻ തിരിച്ചു പോകുന്നു. ചാഞ്ഞ കുന്ന് ഓടിക്കയറി അയാൾ ചെറിയ മലയിടുക്കിലെത്തി. വിയർപ്പിൽ മുങ്ങിക്കിതച്ചുകൊണ്ട് അവിടെ നിന്നു. പിന്നെ തിരിഞ്ഞ് ബ്ലാക്ക് വാലിയെ നോക്കി. ഇരുണ്ട നിഴലിൽ, നിശബ്ദതയിൽ, നിശ്ചലതയിൽ അമർന്നു കിടക്കുന്ന ബ്ലാക്ക് വാലി. പ്രേതമന്ദിരം. ഭയവും ഉന്മാദവും കൂടിക്കലർന്ന ഭ്രാന്തമായ സ്വരത്തിൽ ഉറക്കെ വിളിച്ചലറി. ബ്ലാക്ക് വാലിയിൽ നിന്നും തിരിച്ചു പോകുന്ന ആദ്യത്തെ മനുഷ്യൻ ഞാനാണ്. ഞാൻ. ആ ശബ്ദം മലമടക്കുകളിൽ മാറ്റലിക്കൊണ്ടു. നോവൽ ഇവിടെ പൂർണ്ണമാവുന്നു.